यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मनं सृजाम्यहम्. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्. ओम. ഇവിടെ മൂന്നാം അധ്യായത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായത്തിൽ 25 മുതലുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ ഇന്ദ്രിയത്തിൻ്റെ അർത്ഥത്തിൽ, വിഷയത്തിൽ രാഗദ്വേഷങ്ങൾ വ്യവസ്ഥിതങ്ങളാണ്, വിശേഷേണ നിയതമായി നിലകൊള്ളുന്നവയാണ്. ഇവിടെ രാഗം, ദ്വേഷം ഇവയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ദ്രിയവും ഇന്ദ്രിയത്തിൻ്റെ അർത്ഥങ്ങളും ഏതൊക്കെയെന്ന് ചിന്തിച്ചു. ഇപ്പം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിൽ ശ്രോത്ര, ത്വക്ക്, നേത്ര, രസന, ഘ്രാണങ്ങളാകുന്ന ഇന്ദ്രിയങ്ങൾക്ക് രാഗദ്വേഷങ്ങൾ വിശേഷേണ നിലകൊള്ളുന്നതാണ്. അതില്ലെന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് സാധകൻ, ധർമ്മമാർഗത്തിൽ ജീവിക്കേണ്ടുന്നവൻ അവ രണ്ടിൻ്റെയും, അതായത് രാഗദ്വേഷങ്ങളുടെ വശത്തിൽ പെട്ടുപോകരുതേ. അവയാണ് സാധകൻ്റെ, ധർമ്മമാർഗത്തിൽ ജീവിക്കേണ്ടുന്നവൻ്റെ പരിപന്ധികൾ, ശത്രുക്കൾ. ഇതാണ് നമ്മൾ പഠിച്ച ഭാഗം. തുടർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാശയത്തെ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അവനവൻ്റെ കർത്തവ്യത്തെ അനുഷ്ഠിക്കാൻ പറഞ്ഞു. നേരത്തെ എങ്ങനെ അനുഷ്ഠിക്കണമെന്നും പറഞ്ഞു. എന്നിൽ സകല കർമ്മങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അധ്യാത്മബുദ്ധിയോടുകൂടി തീർത്തും ആശകളെയും മമത്വത്തെയും അതിക്രമിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്താലും എന്നുപദേശിച്ചു. യുദ്ധം ചെയ്താലും എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ചാലും എന്നർത്ഥം മനസ്സിലാക്കേണ്ടതാണ്. സ്വധർമാനുഷ്ഠാനം.
അതാണ് പരമമായത്. നമ്മൾ സ്വകർമ്മനിരതരാവണം, സ്വധർമാനുഷ്ഠാനം ചെയ്യുന്നവരാവണം. സ്വധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ ആവർത്തിച്ചാവർത്തിച്ച് ഗീത പറയുന്നുണ്ട്. അങ്ങനെ ആവർത്തിച്ച് പറയുന്നൊരു ഭാഗമാണ് നമുക്ക് തുടർന്ന് പഠിക്കാനുള്ളത്. ഗീതയിൽ ആശയങ്ങളുടെ ആവർത്തനമുണ്ട്. ആശയങ്ങളുടെ ആവർത്തനം നമ്മെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിഷേധിക്കാനാവാത്ത വിധം നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ചു പറയുന്നത്. എങ്കിലും വാചകങ്ങളെ ആവർത്തിക്കുന്നത് കുറവാണ്. ആശയങ്ങളെ ആവർത്തിക്കുമ്പോഴും വാചകങ്ങളെ ആവർത്തിക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ വള്ളി പുള്ളി മാറാതെ തീർത്തും ആവർത്തിക്കുന്നൊരു വാക്യമാണ് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഈ 3-ാം അധ്യായത്തിലും തുടർന്ന് 18-ാം അധ്യായത്തിലും ഒരല്പവും മാറ്റം വരുത്താതെ ഭഗവാൻ ഒരർദ്ധ ശ്ലോകം ഉപദേശിക്കുന്നുണ്ട്. 2 പാദങ്ങൾ. എന്താ അത്? നോക്കൂ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസു അനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹഃ. ഈ 3-ാം അധ്യായത്തിലെ ശ്ലോകങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചില്ലെങ്കിലും ഈ ഒരു ശ്ലോകമെങ്കിലും നമുക്ക് കണ്ഠസ്ഥവും ഹൃദിസ്ഥവുമാകണം. കണ്ഠസ്ഥമാകണം, ഹൃദിസ്ഥമാകണം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാസു അനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ഈ ഒരു ശ്ലോകം നമുക്ക് എത്ര മാസങ്ങൾ കൂടിയിരുന്ന് പറഞ്ഞാലും തീരാത്തത്ര അർത്ഥവ്യാപ്തിയുള്ളതാണ്. സാമാന്യമായി ചിന്തിക്കാം. ശ്രേയാൻ സ്വധർമ്മഃ വിഗുണഃ അപി. അവിടെ അർത്ഥം പറയുമ്പോൾ ഒരു അപി ശബ്ദം ചേർത്ത് പറയുകയാണ്. അല്പം വിഗുണമാണെന്ന് വന്നാലും, അല്പം വിഗുണമാണെന്ന് തോന്നിയാലും സ്വധർമ്മമാണ് ശ്രേയസ്കരം. എന്തിനേക്കാൾ? സ്വനുഷ്ഠിതാത്, നല്ലതുപോലെ അനുഷ്ഠിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പരധർമ്മത്തേക്കാൾ. ഈ അർദ്ധശ്ലോകമാണ് ആവർത്തിക്കുന്നത്. വള്ളി പുള്ളി മാറാതെ ഇത് തന്നെ 18-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസു അനുഷ്ഠിതാത് സ്വധർമ്മ നിയതം കർമ്മ കുർവൻ ആപ്നോതി കിൽബിഷം എന്ന്. ആദ്യ 2 പാദങ്ങൾ സമമാണ്. അപ്പോൾ പറയുകയാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ. വിഗുണമാണെങ്കിലും സ്വധർമ്മം ശ്രേയസ്കരമാണ്. ശ്രേയാൻ
കൂടുതൽ ശ്രേയസ്കരമായത്. സ്വധർമ്മമാണ് ശ്രേയസ്കരമായത്. എന്തിനേക്കാൾ? പരധർമ്മത്തേക്കാൾ. ആദ്യം നമുക്ക് ഇത്ര മനസ്സിലാക്കാം, എന്നിട്ട് വിശദമായിട്ട് എന്താണ് ഈ സ്വനുഷ്ഠിതം, വിഗുണം എന്നൊക്കെ രണ്ടാമത് ചിന്തിക്കാം. ആദ്യം പറയുകയാണ്, പരധർമ്മത്തേക്കാൾ ശ്രേയസ്കരമാണ് സ്വധർമ്മം. എന്താണ് സ്വധർമ്മം? സ്വന്തം ധർമ്മം. അതെന്ത്? വലിയ വിഷമമാണ് സ്വധർമ്മം നിർണയിക്കാൻ. ധർമ്മനിർണയം ഒട്ടും എളുപ്പമല്ല. 100,000-ലേറെ ഗ്രന്ഥങ്ങളെ കൊണ്ടാണ് വ്യാസഭഗവാൻ ധർമ്മനിർണയത്തിന് മഹാഭാരതത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. 100,000-ലേറെ ശ്ലോകങ്ങളിലൂടെ ധർമ്മനിർണയത്തിന് ശ്രമിച്ച വ്യാസഭഗവാൻ നമ്മളോട് പറഞ്ഞു തന്നത് ഇത് എളുപ്പമുള്ള പരിപാടിയല്ല എന്നാണ്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മത്തിൻ്റെ തത്വം, രഹസ്യം ഗുഹാഹിതമാണ്. ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നതാണ്, സ്പഷ്ടമല്ല. ഇന്നതാണ് ധർമ്മം, ഇന്നതാണ് അധർമ്മം എന്ന് നമുക്ക് സംശയരഹിതമായി നിർണയിക്കുക പ്രയാസമാണ്. അത് ദേശം, കാലം, വ്യക്തി എന്നിവയ്ക്ക് അനുസരിച്ച് മാറും. ഒരു ദേശത്തിൽ, ഒരു കാലത്തിൽ ഒരാളെ സംബന്ധിച്ച് ധർമ്മമാവില്ല, മറ്റൊരു ദേശത്തിൽ, മറ്റൊരു കാലത്തിൽ മറ്റൊരാളെ സംബന്ധിച്ച്. എന്താണ് ധർമ്മം? എന്താണ് എൻ്റെ ധർമ്മം? നിർണയിക്കുക എളുപ്പമല്ല. നല്ല കർമ്മം എന്ന് പറയാനൊക്കില്ല. നല്ലത് എല്ലാവർക്കും കർത്തവ്യമല്ല. ഒരാൾക്ക് നല്ലത് മറ്റൊരാൾക്ക് നല്ലതാവണമെന്നില്ല. ഇനി 2 പേർക്ക് തന്നെയും നല്ലതെന്ന് തോന്നിയാൽ ഒരാളുടെ സാഹചര്യമനുസരിച്ച് അയാൾക്ക് നല്ലതായിക്കൊള്ളണമെന്നില്ല. ഒരാൾക്ക് തന്നെ ഒരു സാഹചര്യത്തിൽ നല്ലതായിരിക്കില്ല, മറ്റൊരു സാഹചര്യത്തിൽ. ഇത് ചിന്തിക്കുക, വളരെ വിഷമകരമാണ്. അതുകൊണ്ട് ധർമ്മനിർണയം എളുപ്പമല്ല. എങ്കിലും സാമാന്യമായി എങ്ങനെയാണ് ധർമ്മം മനസ്സിലാക്കപ്പെടേണ്ടത് എന്ന് നമുക്ക് ആചാര്യന്മാർ ബോധിപ്പിക്കും. മനുവെ പോലുള്ള സ്മൃതികാരന്മാർ, വ്യാസഭഗവാനെ പോലുള്ള സ്മൃതികാരന്മാർ ധർമ്മനിർണയം എങ്ങനെയെന്ന് നമുക്ക് സൂചന തരും. പ്രസിദ്ധമായ വാക്യമാണ് മനുവിൻ്റെ വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേ ച തദ്വിദാം ആചാരശ്ചൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവ ച. വേദോഖിലോ ധർമ്മമൂലം. സമ്പൂർണമായ വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം. ഇപ്പം വേദം എന്ത് പറയണോ അത് മനസ്സിലാക്കിയിട്ട് ധർമ്മം തിരിച്ചറിയപ്പെടേണ്ടതാണ്. വേദത്തിനനുസൃതമായി ധർമ്മം തിരിച്ചറിയപ്പെടേണ്ടതാണ്. അവിടെ വേദം, സംഹിത, ബ്രാഹ്മണ, ആരണ്യക, ഉപനിഷത് ഭേദങ്ങളിൽ വിഭജിച്ച് ഒന്നിനെയും മാറ്റേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അഖില, ഖിലമില്ലാത്ത, ശേഷമില്ലാത്ത, അശേഷമായ, നിശേഷമായ, പരിപൂർണമായ വേദമാണ് ധർമ്മത്തിൻ്റെ ഒന്നാമത്തെ പ്രമാണം. അപ്പോൾ നമ്മുടെ എല്ലാ കർത്തവ്യങ്ങളെ സംബന്ധിച്ചും വേദത്തിൽ നിന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? എത്ര പേർക്ക് കഴിയും? ഏതേതിനെ സംബന്ധിച്ച് കഴിയും എന്നൊക്കെ ചോദ്യം വരുമ്പോൾ രണ്ടാമത് പറഞ്ഞു, എന്നാൽ പിന്നെ അടുത്തത് പറഞ്ഞു തരാം. സ്മൃതിശീലേച്ച തദ്വിദാം. തദ്വിദാം, തദ്വിദാം, അതിനെ അറിഞ്ഞവരുടെ. അതിനെ അറിഞ്ഞവരുടെ എന്ന് പറഞ്ഞാൽ വേദത്തെ അറിഞ്ഞവരുടെ, വേദജ്ഞന്മാരുടെ.
വിദ്വാൻമാരുടെ സ്മൃതിശീലേച്ച, ഓർമ്മകളും ശീലങ്ങളും, വേദപഠനത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അവരോർത്തെടുത്ത് വിചാരം ചെയ്ത് പറഞ്ഞു തരുന്നതും അവർ ജീവിതത്തിൽ അനുഷ്ഠിച്ച് കാണിക്കുന്നതും സ്മൃതിശീലേച്ച. അത് വെച്ചിട്ട് നമുക്ക് നിർണയിക്കാം. അപ്പോൾ വേദജ്ഞന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. 2, വേദജ്ഞന്മാർ ചെയ്ത് കാണിച്ചു തരുന്നത് ശീലിക്കുക. ഇതും എത്ര നമുക്ക് സാധിക്കും? വിഷമമാണ്. അപ്പം 3-മത് പറഞ്ഞു ആചാരശ്ചൈവ സാധൂനാം, സാധുജനങ്ങളുടെ ആചാരം. സാധുജനങ്ങളുടെ ആചാരം. ഈ സാധു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ശബ്ദമാണ് സാധു. സാധു പറഞ്ഞെന്താ? സാധു എന്ന് പറഞ്ഞാൽ സാധു തന്നെ, സന്യാസി എന്നൊരർത്ഥം ചിലർ പറയും. ഇപ്പം പിന്നെ ഈ ബീഡി കുറവായതുകൊണ്ട്, ഇപ്പം ബീഡി നാട്ടിൽ കുറവാണ്, കേരളത്തിൽ പ്രത്യേകിച്ചും. മറ്റേ സാധു പറഞ്ഞാൽ സാധു ബീഡിയാണ്. ദിനേശ് ബീഡി, സാധു ബീഡി, ഇങ്ങനെയൊക്കെയാണ്. ഇനി മലയാളികളുടെ ഇടയ്ക്ക് സാധു എന്നുള്ള ശബ്ദത്തിൽ പലപ്പോഴും ഒന്നിനും കൊള്ളാത്തവനെയാണ് സാധു എന്ന് പറയുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് വായി കൈയിട്ടാൽ കടിക്കില്ല. സാധുവാണ്, നല്ല സാധുവാണ് അവൻ. ചെക്കൻ നല്ല സാധുവാണ്, ബ്രോക്കർ പറയുകയാണ്, കല്യാണ ബ്രോക്കർ. അല്ലെങ്കിൽ പെണ്ണ് നല്ല സാധുവാണ്, വായി കൈയിട്ടാൽ കടിക്കില്ല. ഈ വായി കൈയിട്ടാൽ കടിക്കാത്തവർ നല്ലതാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലുമല്ല, ഒന്നിനും കൊള്ളാത്തവരാണ്. അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടോന് കൈയിടാനുള്ള സാധനം അല്ല നമ്മുടെ വായ. മറ്റൊന്നിനും കൊള്ളായ്മയുടെ സിദ്ധാന്തമാണ്. ദുർബലന്മാരാക്കി സമൂഹത്തെ തീർക്കുന്ന, നമ്മുടെ മക്കളെ ദൗർബല്യത്തിൽ വളർത്തുന്ന അപസിദ്ധാന്തമാണത്. ആരെയും കടിക്കാൻ പോകരുത്, പക്ഷെ ആരെ വായിൽ കൈയിടാനും അനുവദിക്കരുത്. ആ ഒരു കരുത്ത് വേണം. ഉത്തരഭാരതത്തിലും മധ്യഭാരതത്തിലൊക്കെ പോയി സാധു പറഞ്ഞാൽ സന്യാസി എന്ന അർത്ഥം. ഇപ്പം ഇവിടെ സാധൂനാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിമാർ പറഞ്ഞതാണോ? അല്ല. ഒന്നിനും കൊള്ളാത്തവർ പറഞ്ഞതാണോ? അല്ല. സാധു പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. ധർമ്മശാസ്ത്രത്തിൽ സാധു ശബ്ദത്തിന് ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. ഒരു വിദ്യാർത്ഥി നല്ലതുപോലെ പഠിക്കുന്നുണ്ടെങ്കിൽ അവൻ സാധു, ഇല്ലെങ്കിൽ അസാധു. ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെ നല്ലതുപോലെ പാലിക്കുന്നുണ്ടെങ്കിൽ സാധു, ഇല്ലെങ്കിൽ അസാധു. ശ്രദ്ധിക്കണം. ഗൃഹസ്ഥനാ, കല്യാണം കഴിച്ചു, ഗൃഹസ്ഥനാ, സന്യാസിയെ പോലെയാണ് ജീവിക്കുന്നത്, എങ്ങനെ ഉണ്ടാവും? അവൻ സാധുവല്ല, അസാധുവാ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് പരിചയമുള്ളൊരു കക്ഷി കല്യാണം കഴിഞ്ഞു. ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ പല സങ്കല്പങ്ങളുമായിട്ടായിരിക്കും പെണ്ണും ആണൊക്കെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഇവള് എന്തൊക്കെയോ സങ്കല്പങ്ങളാണെന്നറിയില്ല, എന്തൊക്കെയോ മോഹന സങ്കല്പങ്ങളോടുകൂടി ആദ്യ രാത്രി അങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവൻ അവിടെ ഒരു നിലവിളക്കും ഒരു പലകയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇരുത്തി വിളക്ക് കത്തിച്ച് വെച്ചു. ശ്രീമാത്രേ നമാം, ശ്രീ മഹാരാജ്ഞൈ നമാം, ശ്രീമ സിംഹാസനേശ്വരി നമാം തുടങ്ങിയില്ലേ. ഇരുന്ന് കൊടുക്കാം. 1000 കഴിഞ്ഞാൽ കഴിഞ്ഞുല്ലോ എന്ന് അവൾ വിചാരിച്ചു. അപ്പോൾ പിന്നെ വേറെയാ തുടങ്ങണത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മോള് കിടന്നുറങ്ങിക്കോളൂ. അതുവരെ അമ്മയാ പറഞ്ഞത്, എനിക്ക് കുറച്ചും കൂടി പാരായണങ്ങൾ ബാക്കിയുണ്ട്. ഇങ്ങനെ പാരായണമാണ്. ഭാഗവതം കഴിയുമ്പോഴത്തേക്ക് രാമായണം, രാമായണം കഴിയുമ്പോഴത്തേക്ക് ഗീത. ഏതായാലും ചുരുക്കി പറയാലോ, അവൾ ഓടിപ്പോയി അവിടുന്ന്. 2 പേരും കൂടി ആശ്രമത്തിൽ വന്നിരുന്നു. ഏതായാലും ഡിവോഴ്സായി. നമുക്കതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് കഥയല്ല പറയണത്. ഗൃഹസ്ഥൻ ഉചിതമായ വൃത്തിയിൽ ജീവിക്കണം, സന്യാസിക്ക് ഉചിതമായ വൃത്തിയിൽ. ചിന്തിക്കുക. ആശ്രമധർമ്മം പാലിക്കുന്ന ആളാണ് സാധു, ശ്രേഷ്ഠൻ എന്ന് പറയാം.
ആശ്രമധർമ്മം പാലിക്കുന്നതായ സാധുക്കളുടെ ആചാരം, അവരെന്താചരിച്ച് കാണിച്ചു തരുന്നു എന്നുള്ളത് ധർമ്മത്തിന് പ്രമാണമാണ്. സർവോപരി ആത്മനസ്തുഷ്ടിരേവചോ, തനിക്ക് തൻ്റെ സന്തോഷം അത് സ്വധർമ്മമാണ്, സ്വധർമ്മ പ്രമാണമാണ്. ഏത് തൊഴിൽ ചെയ്യുമ്പോഴാണോ നമുക്കുള്ളിൻ്റെ ഉള്ളിൽ സംതൃപ്തിയുള്ളത് അത് സ്വധർമ്മമാണെന്ന് മനസ്സിലായിക്കൊള്ളുക. സ്വധർമാനുസൃതമായ കർമ്മമല്ലെങ്കിൽ ആ തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് സംഘർഷമാണ് ഉണ്ടാവുക, സംതൃപ്തി ഉണ്ടാവില്ല. അധ്യാപകനാവേണ്ട ഒരാൾ സന്ദർഭവശാൽ പട്ടാളത്തിൽ പോയി ചേർന്നു. അയാൾ തൊഴിലിന് വേണ്ടി പോയതാണ്. കുടുംബം പോറ്റണം, തീർച്ചയായിട്ടും വരുമാനം വേണം, നല്ല തൊഴിലുമാണ് പട്ടാളത്തിലുള്ളത്, നല്ല തൊഴിലാണ്, രാഷ്ട്രസേവനമാണ്. എങ്കിൽ തന്നെയും അധ്യാപകനാവേണ്ടുന്ന ആ ഒരു സങ്കല്പവും ഗുണഘടനയും കർമ്മവും എല്ലാം ഒത്തുചേർന്ന ആൾ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഓരോ ദിവസവും അയാൾക്ക് സംഘർഷമായിരിക്കും. തിരിച്ച് പട്ടാളത്തിൽ ജോലി ചെയ്യേണ്ട ആൾ അധ്യാപകനായിട്ട് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അതും സംഘർഷമായിരിക്കും രണ്ടു കൂട്ടർക്കും. അത് തനിക്ക് മാത്രമല്ല സംഘർഷം ഉണ്ടാവുക, കുട്ടികൾക്കും ഉണ്ടാവും. മനസ്സിലാക്കുക. അപ്പോൾ സ്വധർമാനുസൃതമായ കർമ്മമാണെങ്കിൽ നമുക്കതിൽ സംതൃപ്തി ഉണ്ടാവും. അതുകൊണ്ടാണ് മനു പറയുന്നത് ആത്മനസ്തുഷ്ടിരേവച. അപ്പോൾ ഈ പ്രമാണങ്ങളെ കൊണ്ട് നിർണയിക്കണം വന്നു ചേർന്ന ഒന്ന് തൻ്റെ സ്വധർമ്മമാണോ എന്നുള്ളത്. ഇവിടെ വലിയൊരു പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തെന്നാൽ ഇപ്പം പറഞ്ഞു തൻ്റെ തുഷ്ടി ധർമ്മത്തിന് പ്രമാണമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ തുഷ്ടി നമുക്ക് അനുഭവപ്പെടുന്നത് എവിടെയാ? മനസ്സിലാണ്. മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഒരു നിലയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയ മിത്രമാണ്, മറ്റൊരു നിലയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ അത് പലപ്പോഴും കർത്തവ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനും മറ്റും വേണ്ടി തൻ്റെ തൊഴിലിൽ സംതൃപ്തി തോന്നാത്ത ഒരവസ്ഥയെ ഉണ്ടാക്കി തീർക്കും. അങ്ങനെ സംതൃപ്തി തോന്നാത്ത അവസ്ഥ വന്നാൽ ഇതെൻ്റെ സ്വധർമ്മമല്ല എന്ന് നമ്മളങ്ങ് നിശ്ചയിച്ചേക്കും. അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും ആ കർമ്മം ചെയ്തു കൂടുന്നത് നമുക്ക് കൂടുതൽ 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 ക്ലേശത്തെയേ നൽകൂ. ഇതൊരു പ്രശ്നമാണ്. അപ്പം എന്താണ് ഇവിടെ നിർണയം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, ഈ ലോകത്തിൽ ആകസ്മികമായി ഒന്നും വന്നു ചേരില്ല. ശ്രദ്ധിക്കണേ, ഇത് നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്. ഇത് വലിയ പ്രയാസമുള്ളൊരു വിഷയമായതുകൊണ്ട്. ആകസ്മികമായി ഒന്നും വന്നു ചേരില്ല ഈ ലോകത്തിൽ. അപ്പം എന്ത് നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടോ, ഏതൊരു സാഹചര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, അഥവാ നാം ഏതൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ, അത് തീർത്തും ആകസ്മികമല്ല. അതിൻ്റെ പിന്നിൽ ഒരു കാര്യകാരണ ബന്ധം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് സിദ്ധമായ സാഹചര്യത്തിൽ, നമുക്ക് വന്നു ചേർന്ന സാഹചര്യത്തിൽ സംതൃപ്തിയോടുകൂടി പ്രവർത്തിക്കാൻ ശീലിക്കണം. നമുക്ക് വന്നു ചേർന്ന തൊഴിൽ ഏതാണോ അത് സംതൃപ്തിയോടുകൂടി പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുപരിയുള്ളതിലേക്ക് നമുക്ക് പ്രവേശം ലഭിക്കും. ഇതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് പറയാനുള്ളത് ഇതാണ്, നമ്മളൊക്കെ ഏത് മേഖലയിൽ ജീവിക്കുന്നവരാണോ ആ മേഖലയിലുള്ള തൊഴിലുകളെ കുശലതയോടുകൂടി ചെയ്യുക. ഇതെൻ്റെ സ്വധർമ്മമാണോ എന്ന് നിരൂപണം ചെയ്ത് കാലം കളയേണ്ടതില്ല. തീരെ അങ്ങോട്ട് പറ്റണില്ലാച്ചാ അപ്പം നമുക്ക് വിദ്വാൻമാരോട് ചോദിക്കാം. അല്ലാത്ത കാലത്തോളം വന്നു ചേർന്ന കർത്തവ്യം ആകസ്മികമായി ഒന്നും വന്നു ചേരില്ലെന്നറിഞ്ഞ് കുശലതയോടുകൂടി ചെയ്യുക. ഇവിടെയൊക്കെ പ്രയാസമുണ്ടേ, ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഏതു തരം തൊഴിലാണ് വന്നു ചേർന്നത് എന്നൊക്കെ ഉള്ളതിനനുസരിച്ചിരിക്കും ഇത്.
കാരണം വികർമ്മത്തെ കർമ്മമായി തെറ്റിദ്ധരിച്ചേക്കാം. അതൊക്കെ വലിയ പ്രശ്നമാണ്. എങ്കിൽ തന്നെയും ഇതൊരു ഒരു ഒരു നിഗമനമാണ്. അങ്ങനെ സ്വധർമ്മം എന്ന കർമ്മം സ്വന്തം ഗുണഘടനയ്ക്കനുസരിച്ചും അവസ്ഥയ്ക്കനുസരിച്ചും കർത്തവ്യമായുള്ള കർമ്മം, അത്തരം കർമ്മം വേണം നമുക്ക് ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര. ഭഗവാൻ ഗീതയിൽ പറയും, സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര. സ്വന്തം കർമ്മത്തിൽ അഭിരതനായാലാണ് മനുഷ്യൻ സംസിദ്ധിയെ പ്രാപിക്കുന്നത്. സംസിദ്ധിയെ പ്രാപിക്കുന്നതിനുള്ള മാർഗം സ്വന്തം കർമ്മത്തിൽ അഭിരതനാവുകയാണ്. ഇങ്ങനെ സ്വധർമ്മത്തിൽ, സ്വധർമാനുസൃതമായ കർമ്മത്തിൽ ജീവിതം നയിക്കുന്നത് ശ്രേയസ്കരമാണ്. പക്ഷെ പൊതുവെ മനുഷ്യന് വന്നു ചേരുന്ന ഏറ്റവും വലിയ ഒരു ദോഷം, ജീവിതത്തിൽ ഒരിക്കലും ശാന്തിയും സമാധാനവും ഉണ്ടാവാതിരിക്കാനുള്ള കാരണം നമ്മുടെ ഉള്ളിൽ അറിയാതെ ഉടലെടുക്കുന്ന താരതമ്യ ചിന്തകളാണ്. ചെറുപ്പത്തിലേ നമുക്ക് അച്ഛനമ്മമാരത് തരികയും ചെയ്തിട്ടുണ്ട്. നീ അവനെ പോലെ പഠിക്ക്, നീ അവളെ പോലെ പഠിക്ക്. അവനെ പോലെ പഠിക്കാൻ വേറൊരാൾക്ക് കഴിയുമോ? അവളെ പോലെ പഠിക്കാൻ കഴിയുമോ? നീ അവനെ പോലെ ഓട്, അവളെ പോലെ ഓട്. അതെങ്ങനെയാണ്? ഞാൻ എന്നെ പോലെയല്ലേ ഓടുക, അവളെ പോലെ ഓടാൻ പറ്റുമോ? എന്നിട്ട് ഈ അച്ഛനമ്മയും പറഞ്ഞു കൊടുക്കുക ആരെയാണെന്നറിയോ? ഏറ്റവും ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആളെ പോലെ പഠിക്കാനാണ് പറഞ്ഞു കൊടുക്കുക. അതിന് മാത്രം എൻ്റെ കുട്ടി ഉണ്ടോയെന്നൊന്ന് ആലോചിച്ചിട്ട് വേണ്ടേ പറഞ്ഞു കൊടുക്കുക? ഒന്നുമില്ല, എൻ്റെ കുട്ടിയാണെന്ന് ആലോചിക്കണ്ടേ? ഫസ്റ്റ് റാങ്ക് വാങ്ങിയ അമ്മയാ പറയണ വെച്ചാൽ വിരോധമില്ല. അതെ, ഇങ്ങനെ ഓരോ മേഖലയിലും ഓട്ടത്തിലാണെച്ചാൽ ഏറ്റവും വലിയ ഓട്ടക്കാരനെ പോലെ ഓടാനാ പറയുക. അതെങ്ങനെ ശരിയാവുക? അവനെ പോലെയാവും, അവളെ പോലെയാവും, സാധ്യമല്ല. ദയവ് ചെയ്ത് മക്കളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. നീ നിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കൂ, നിൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കൂ. ഇത് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ക്ലാസ്സിൽ ഒന്നാമനാവാൻ പറഞ്ഞു കൊടുക്കരുത് കുട്ടികളോട്. ക്ലാസ്സിലെല്ലാവരും മണ്ടന്മാരാണെന്ന് വെച്ചാൽ അതിലൊന്നാമതായാൽ മതിയോ? പോരല്ലോ. അതേ സമയത്ത് നിൻ്റെ കഴിവ് പരമാവധി വിനിയോഗിച്ച് പഠിക്കൂ, നിൻ്റെ കഴിവ് പരമാവധി വിനിയോഗിച്ച് കളിക്കൂ. അങ്ങനെ വേണം പറഞ്ഞു കൊടുക്കുക. പക്ഷേ ചെറുപ്പം തൊട്ട് വികലമായി നമുക്ക് ഈ താരതമ്യം ലഭിച്ചിട്ടുണ്ട്. ഈ താരതമ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കാര്യമല്ല അധികം നോക്കുക. എന്താ അവൻ ശ്രദ്ധിക്കുന്നുണ്ടോ സ്വാമി പറയണത്? നീ ശ്രദ്ധിക്കണ്ടോ നോക്കുക, എന്നിട്ടല്ലേ അവൻ ശ്രദ്ധിക്കണ്ടോ നോക്കണ്ടത്. അതാണ് അവനെവിടെ എത്തി, എന്നിട്ട് അതിനനുസരിച്ച് മതി എനിക്ക്. എന്തിനത്? ഒരാപേക്ഷികത അറിയാതെ വന്നുകൂടും. അങ്ങനെ വന്നു കൂടുമ്പോൾ ഇരിക്കുന്നിടത്ത് സന്തോഷം ഉണ്ടാവില്ല. എന്നിട്ട് അപ്പുറത്തേക്ക് നോക്കും, അവിടെ എന്തൊക്കെയാ സ്ഥിതി. അപ്പോൾ ഇക്കരെ ഇരിക്കുമ്പോൾ അക്കരെ നോക്കിയിട്ട് അവിടെ നല്ല പച്ചയാണ് എന്ന് പറയും, അക്കരെ പച്ച. അപ്പം എല്ലാം അവിടെ എത്തിപ്പെടാനുള്ള പരിശ്രമമായി. അവിടെ ഇപ്പം എത്തിപ്പെട്ട് നോക്കുമ്പോഴോ അപ്പോൾ പിന്നെ അങ്ങോട്ട് നോക്കിയിരിക്കുകയായി. ഇപ്പം ഇവിടുന്ന് അഞ്ചാൽ പോവുകയും ചെയ്തു, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനും വയ്യ. ഇങ്ങനെ ആകെ അസ്വസ്ഥമായിട്ട് ഇരിക്കുക തന്നെയാണ് പതിവ്. അപ്പം ഈയൊരു താരതമ്യ ബുദ്ധി ഉള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ കർമ്മത്തെക്കുറിച്ച് നമ്മളെന്ത് ചെയ്യണം, എൻ്റെ കർത്തവ്യം എന്താണ് എന്നുള്ളത് നിരൂപണം ചെയ്യുന്നതിലുപരി അയാളിതെങ്ങനെ ചെയ്യുന്നു, അതെന്താ എന്നുള്ളതാണ് കൂടുതൽ ചിന്തിക്കുക. അപ്പം സ്വാഭാവികമായിട്ട് അത് തരക്കേടില്ലല്ലോ, ഇവിടെ ഇരിക്കുമ്പോൾ തോന്നും അത് തരക്കേടില്ലല്ലോ. പലതിലും തോന്നാം, എന്നതിലൊന്നല്ല, പലതിലും തോന്നും, പലതിനെ സംബന്ധിച്ചും തോന്നും. ഒരു ദിവസം
നമ്മൾ ആശ്രമത്തിലോ ഞാൻ ഇരിക്കുക, എന്തോ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എന്താ പരിപാടി എന്ന് ഓർമ്മയില്ല. പരിപാടി കഴിഞ്ഞു. അപ്പോൾ പലരും വന്ന് നമസ്കരിച്ചിട്ട് ഓരോ ദക്ഷിണയൊക്കെ വെക്കുന്നുണ്ട്. വെക്കണു, പോന്നു. പിന്നെയും വേറൊരാൾ വരുന്നു, നമസ്കരിക്കണു, ദക്ഷിണ വയ്ക്കണു, പോകണു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചെറിയൊരു മോൻ ഇരിക്കുന്നുണ്ട്. ഒരു 4 വയസ്സേ ഉള്ളൂ. 4 ഉണ്ടാവില്ല, 4 തന്നെ. ഒരു LKG പഠിക്കണ കാലമാണ്. അപ്പോൾ അവൻ എല്ലാവരും പോയി നോക്കിയിട്ട് പറഞ്ഞു, സ്വാമി എനിക്കൊരു സ്വാമി ആവണം കേട്ടോ എന്ന്. എനിക്കൊരു സ്വാമി ആവണം. എടാ നോക്കാം, സ്വാമി ആവാം, റൈറ്റ് ആവാം, നീ ഇവിടെ തന്നെ ഇരിക്കേ. അവിടെ തന്നെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞു. ആശ്രമത്തിൽ പൊതുവെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ കഴിഞ്ഞ ദിവസം അയാളെ പറ്റി പരാമർശിക്കുകയുണ്ടായി. ആശ്രമത്തിൽ എല്ലാവരും MCB എന്നാണ് വിളിക്കുക. MCB വന്നിട്ട് ഓരോ കണക്കൊക്കെ നോക്കി പൈസയൊക്കെ ഒക്കെ കൊടുത്തു. തികയില്ല. ഇപ്പം ഈ കിട്ടിയ കുന്നുപോലെ പൈസ ഉണ്ട്, അതാണ് ആദ്യം കണ്ടത്. പിന്നെ ഇത് മുഴുവൻ തീർന്നു, എന്നിട്ടും കാര്യം നടക്കണില്ല. എന്താ ചെയ്യാം, തൽക്കാലം നോക്കുക, ബാക്കി കുറച്ച് കടം പറയാം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഒപ്പിച്ചു. ഏവൻ പറഞ്ഞു, എനിക്ക് സ്വാമി ആവണ്ട, എനിക്ക് സ്വാമി ആവുകയേ വേണ്ട. കാരണം ഒരു ഭാഗേ കാണുന്നുള്ളൂ, കിട്ടണതേ കാണുന്നുള്ളൂ, കൊടുക്കണത് നോക്കണില്ല. ചിന്തിക്കുക, തമാശ പറയല്ല. അപ്പം നമ്മൾ ഒരിടത്തിരുന്ന് മറ്റൊന്നിനെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ വികലമായ താരതമ്യമാണ് നമുക്ക് തോന്നുക. അങ്ങനെ വികലമായ ഒരു ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ സുഖമാണെന്ന് മനസ്സിലാവും. ഇവിടെയൊക്കെ അസുഖമാണ്, ഇവിടെ ഒന്നിനും കൊള്ളില്ല, ഇവിടെ ഒന്നിനും കൊള്ളില്ല. ഇത് ഏതൊക്കെ തലം വരെ പോകുന്നു ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒന്നിനും കൊള്ളില്ല എന്നാ. ലോകത്തിൽ ഏറ്റവും ശാന്തിപൂർണമായ സമാധാനപൂർണമായ മനുഷ്യൻ എന്നുള്ള അംഗീകാരമുള്ള രാഷ്ട്രത്തിൽ ജീവിച്ചിട്ട് പറയുക ഇവിടെ ഒന്നും കൊള്ളില്ല. കൊള്ളണതൊക്കെ വേറെ നാടുകൾ. എന്നാൽ പിന്നെ അവിടേക്കാണ്ട് പോയാൽ പോരെ, പരാതി പറയണം അവിടെ ഇരുന്നിട്ട്. അതങ്ങനെയാ. അവിടെ പോയി നോക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ അവിടുത്തെ സ്ഥിതി എന്താന്ന്. അപ്പോൾ അവനവൻ്റെ ആസനത്തിൽ ഇരുന്നു കൊണ്ട് മറ്റപ്പുറത്തേക്ക് നോക്കുമ്പോൾ തോന്നും അവിടെയാണ് കേമം. ഇതെന്താ ഇത് പൂജ ചെയ്യണതാണെങ്കിൽ തന്നെ അർദ്ധനഗ്നനായിട്ടൊക്കെയാ പൂജ തന്നെ ചെയ്യണത്, തറ്റൊക്കെ കൊടുത്തിട്ട്. മറ്റേതാവുമ്പോൾ നല്ല ടിപ്പ് ടോപ്പായിട്ട്. എന്താ കഥ. അപ്പം അതാ സുഖം, ഒരു തോന്നല്. അവിടെ അയാൾ വിചാരിക്കണത് ഇതിൻ്റെ ഉള്ളിൽ വിയർത്തിട്ട് സൂട്ടും കോട്ടും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒരു ലോഹ ഇട്ടിട്ട് എല്ലാം കൂടി ക്രിയ ചെയ്യുമ്പം വിയർക്കുകയാണല്ലോ. മറ്റത് എന്ത് സുഖമായിരുന്നു. അവിടെ ആണിച്ചാൽ ഒരു അരമുണ്ട് കൊടുത്തിട്ട് ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, താറ് കെട്ടി കൊടുത്താൽ മതി എന്ന് ഇങ്ങോട്ടും നോക്കും, ഇയാൾ ഇവിടുന്ന് അങ്ങോട്ടും നോക്കും. രണ്ടും തെറ്റാ. ഇതുപോലെ ഓരോ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരും മറ്റൊരു മേഖലയിലേക്ക് നോക്കിയിട്ട് പറയും അവിടെ നല്ല സുഖമായിരിക്കും. അയാളുടെ വിഷമം അയാൾക്കല്ലേ അറിയുള്ളൂ, ഇയാൾക്കറിയോ? ചിന്തിക്കുക. പൊതുവെ ഇത് ഏറ്റവും വലിയൊരു ദോഷമാണ് നമ്മുടെ. അങ്ങനെ ആവണ പണിയൊക്കെ നോക്കുന്നുണ്ട്. ശരി. അപ്പോൾ ഒരു സ്ഥിതിയിൽ നിന്ന് മറ്റൊരു സ്ഥിതിയിലേക്ക് നോക്കുമ്പോൾ അത് വളരെ കേമമാണെന്ന് തോന്നും, സ്വനുഷ്ഠിതമാണ്, നല്ലതുപോലെ അനുഷ്ഠിക്കപ്പെടുന്നതാണ് എന്ന് തോന്നും. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഏതിനെ? പരധർമ്മത്തെ നല്ലതുപോലെ അനുഷ്ഠിക്കപ്പെടുന്നതാണെന്ന് തോന്നും, പരധർമ്മത്തെ. എന്ന് മാത്രമല്ല ഇത് വളരെ മോശമാണ് എന്നും തോന്നും. ഇത് മോശമാണ് എന്ന് തോന്നും, വിഗുണമാണ്, ഇതൊന്നും കൊള്ളില്ല. അപ്പം മറ്റവൻ പറഞ്ഞും തരും, നിൻ്റെ ഒന്നിനും കൊള്ളില്ല കേട്ടോ, നിൻ്റെതൊക്കെ ഭ്രാന്താണ്, കല്ലിനെയും മണ്ണിനെയും പൂജിക്കലാണ്,
അപ്പം ശരി തന്നെയാണ്. കല്ലിനെയും മണ്ണിനെയും പൂജിക്കുന്നതിൻ്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ കല്ലും മണ്ണൊക്കെ വേണ്ടതുപോലെ അല്ലാത്തൊരു സ്ഥിതി അഭിമുഖീകരിക്കണം. അതാണ് ഇപ്പം അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേ കല്ലിനെയും മണ്ണിനെയും വെള്ളത്തെയൊക്കെ പൂജിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ. ശ്രദ്ധിക്കുക. അപ്പോൾ വിഗുണമാണെന്ന് തോന്നുകയാണ് സ്വധർമ്മത്തെ സംബന്ധിച്ച്. സ്വനുഷ്ഠിതമാണ്, നല്ലതുപോലെ അനുഷ്ഠിക്കപ്പെട്ടു എന്ന് തോന്നുകയാണ് പരധർമ്മത്തെ സംബന്ധിച്ച്. ഭഗവാൻ പറയുകയാണ്, അങ്ങനെ നിനക്ക് തോന്നിയാലും അത് ശരിയല്ല. സ്വധർമ്മമാണ് ശ്രേയസ്കരം. ഓരോ വ്യക്തിയും അവനവൻ്റെ ഗുണഘടനയ്ക്കനുസരിച്ച കർമ്മം വേണം ചെയ്യാം. മറ്റത് ഇവിടുന്ന് അങ്ങനെ നോക്കുമ്പോൾ വേറൊന്ന് കേമാന്ന് തോന്നും, അത് വെറും തോന്നലാണ്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു കേസുണ്ട്. നോക്കൂ, ഒരാൾക്ക് മറ്റേതൊരു മതത്തെയും പഠിക്കാനുള്ള അവകാശമുണ്ട്. മറ്റേതൊരു മതത്തെക്കുറിച്ചും പഠിച്ചിട്ട് അത് നല്ലതാണ് ഇതിനേക്കാൾ എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഹിന്ദുവിന് ക്രിസ്ത്യാനി ആവാം, മുസൽമാനാവാം, മുസൽമാന് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആവാം, ക്രിസ്ത്യാനിക്ക് ഹിന്ദുവോ മുസൽമാനാവാം, ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പഠിച്ച് കൂടുതൽ നല്ലത് അതാണെന്ന് താരതമ്യം വന്നിട്ട് അനുഭവത്തിൽ വരണം. ഇങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ പൊതുവെ മാറുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ തോന്നലിൻ്റെ മുകളിലാണല്ലോ. അങ്ങനെ നമുക്ക് വളരെ പരിചയപ്പെടാനിടയായൊരു കക്ഷി, പരിചയം ഉണ്ടായിരുന്നില്ല ആദ്യം, പിന്നീടാണ് പരിചയപ്പെട്ടത്. അയാൾ മലപ്പുറം ജില്ലയിലുള്ളൊരു കക്ഷിയാണ്. ഇദ്ദേഹം മതം മാറി ഇസ്ലാമായി. ഇദ്ദേഹം ഈ ഒരു മരത്തിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇസ്ലാമായി, ഒരു ദോഷവും ഇല്ല. അപ്പം ഇയാളുടെ വലിയൊരാഗ്രഹമായിരുന്നു, ദീർഘകാലത്തെ സങ്കല്പമായിരുന്നു ഹജ്ജ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഹജ്ജ് ചെയ്യാൻ പോയി. ഹജ്ജ് കർമ്മം ചെയ്യാൻ പോയപ്പോഴാണ് ഇദ്ദേഹത്തിന് ആകെ പരിവർത്തനം വന്നത്. ഇതിപ്പോൾ അവിടെ ഉള്ള പോലെ തന്നെയല്ലേ, യജ്ഞം നിർവഹിക്കുന്ന സമയത്ത് വസ്ത്രം ഉടുക്കണത് പോലെ ഉടുക്കുക, പ്രദക്ഷിണം ചെയ്യണം, അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യണ പോലെ പ്രദക്ഷിണം ചെയ്യുക, നമസ്കരിക്കുക. ഇതൊന്നും പോരാണ്ട് തീർത്ഥജലവും കൊണ്ടുവരിക. അപ്പം ഇതങ്ങോട്ട് ചെയ്തതോടുകൂടി ഇയാൾക്ക് വിചാരം കലശലായി, ഇനിയിപ്പോൾ അങ്ങോട്ടനെ തിരിച്ചു പോരണം എന്ന്. അങ്ങനെ അദ്ദേഹം, നമ്മൾ ആ കാലത്ത് സ്ഥിരമായിട്ട് നിലമ്പൂർ ക്ലാസ്സിന് പോകുമായിരുന്നു. നിലമ്പൂർ നമ്മളെ വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തി, ആശ്രമമായിട്ട് നമ്മളുമായിട്ട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹം ഒരു വൈദ്യരായിരുന്നു. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. അതേപോലെ കാര്യം ചെയ്യുക, സ്വാമി വരുന്നുണ്ട് ഇവിടെ മാസത്തിൽ, സ്വാമിയോട് ഒന്ന് സംസാരിക്കുക. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് വലിയ സ്നേഹമായി, വലിയ പരിചയമായി. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഇരുന്നോളൂ, ഇനിയിപ്പോൾ അങ്ങോട്ട് മാറുമൊന്നും വേണ്ട. ഈ എവിടുന്ന് എങ്ങോട്ട് മാറാനാ? ഈശ്വരന് മതമില്ലല്ലോ. ഈശ്വരന് മതമുണ്ടോ? ഇല്ല. മതമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാ. ആചാരമൊക്കെ ദേശകാല വിശേഷങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് മനസ്സിലായില്ലോ, ഇനിയിപ്പോൾ അത് മാത്രമൊന്നും ആരോടും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വകയൊക്കെ ചർച്ച ചെയ്തു. ഇപ്പോൾ അയാൾ എന്താ ഒന്നും അറിയില്ല. ഇത് കഥയല്ല പറയണത്. അപ്പോൾ ഇവിടുന്നായിട്ട് നോക്കുമ്പം തോന്നുക അവിടെ സ്വനുഷ്ഠിതമാണ് എന്ന്. അങ്ങനെ തോന്നേണ്ട കാര്യമില്ല അർജുന. കാരണം സ്വധർമ്മമാണ് ശ്രേയസ്കരം. അവനവൻ്റെ ഗുണഘടനയ്ക്ക് അനുസൃതമായ, അവനവൻ്റെ ചിന്താഗതികൾക്ക് യോജിക്കുന്ന, അവനവൻ്റെ അവസ്ഥയ്ക്ക് അനുരൂപമായ ധർമ്മമാണ്, കർമ്മമാണ് അവനവന് കർത്തവ്യമായിട്ടുള്ളത്. ഒരിടത്ത് ഇരുന്ന് നോക്കുമ്പോൾ അത് കേമാൻ തോന്നും, അവിടുന്ന് ഇങ്ങോട്ട് തോന്നും. രണ്ടിലും അർത്ഥമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സ്വധർമ്മേ നിധനം ശ്രേയഃ. സ്വധർമ്മത്തിൽ മരിക്കുന്നത് ശ്രേയസ്കരമാണ്. സ്വധർമ്മത്തിനു വേണ്ടി മരിക്കുന്നത് ശ്രേയസ്കരമാണ്. സ്വധർമ്മത്തിൽ ജീവിക്കുക, സ്വധർമ്മത്തിൽ മരിക്കുക. സ്വധർമ്മത്തിന് വേണ്ടി ജീവിക്കുക, സ്വധർമ്മത്തിന് വേണ്ടി മരിക്കുക. പരധർമ്മോ ഭയാവഹ.
പരധർമ്മം ഭയത്തെ ആവഹിക്കുന്നതാണ്. നമ്മൾ ആര് തന്നെ ആയാലും പരധർമ്മം ചെയ്തു കൂട്ടുമ്പോൾ അസ്വസ്ഥതയല്ലാതെ ഉണ്ടാവില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് നിൻ്റെ കർമ്മ അല്ലാട്ടോ എന്ന് പറഞ്ഞു തരുന്നതായ ഒരു ക്രിയ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക. ചെയ്യുമ്പോഴും സന്തോഷം തരില്ല, ചെയ്ത് കഴിഞ്ഞാൽ കുറ്റബോധമായിരിക്കും. അതെ, പരധർമ്മം ഭയാവഹമാണ്, ഭയത്തെ ആവഹിക്കുന്നതാണ്, നരകത്തെ നൽകുന്നതാണ്. എവിടെയാ നരകം? ഇവിടെ തന്നെ. പരധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ നിത്യവും ലോകം സംഘർഷപൂരിതമായിരിക്കും, സംഘർഷഭരിതമായിരിക്കും. ഈ സംഘർഷഭരിതമായ ജീവിതം തന്നെയാണ് നരകം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഭയാവഹ, പരധർമ്മം ഭയാവഹമാണ്. സ്വധർമ്മം അനുഷ്ഠിക്കുക, സ്വധർമ്മത്തിൽ ജീവിക്കുക, സ്വധർമ്മത്തിൽ മരിക്കുക, സ്വധർമ്മത്തിന് വേണ്ടി ജീവിക്കുക, സ്വധർമ്മത്തിന് വേണ്ടി മരിക്കുക. ഇത് ഭഗവാൻ ആവർത്തിക്കുന്ന ഉപദേശമാണെന്ന് മനസ്സിലാക്കുക. വളരെ ശ്രദ്ധേയമാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഈ മന്ത്രം ഓർമ്മ വേണം. ഹൃദയത്തിൽ ഇത് സ്ഥാനം പിടിക്കണം. നോക്കൂ, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഇത് ഭഗവാൻ പറഞ്ഞപ്പോൾ അവിടെ നമുക്കൊക്കെ ഒരു സംശയം വരികയാണ്. അപ്പം എല്ലാവരും സ്വധർമ്മം ആചരിച്ചാണോ ജീവിക്കണത്? അങ്ങനെയാ വെച്ചാൽ ലോകം എങ്ങനെയാ? ആരും പരധർമ്മം അനുഷ്ഠിക്കണില്ല, ഉണ്ട്. അപ്പം സ്വധർമ്മം ഉപേക്ഷിക്കുക എന്നുള്ളതും പരധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതും ലോകത്തിലുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ. അതെങ്ങനെയാ? സ്വധർമ്മം പരിത്യജിക്കുന്നത് അപരാധമാണ്, പരധർമ്മം ചെയ്യുന്നതും അപരാധമാണ്. ഈ അപരാധത്തിൻ്റെ ഫലമായിട്ട് പാപം ഉണ്ടാവും. അപ്പം സ്വധർമ്മമാണ് കർത്തവ്യമെങ്കിൽ, സ്വധർമ്മത്തിലാണ് ജീവിക്കേണ്ടതെങ്കിൽ എല്ലാവരും സ്വധർമാചരിക്കുന്നവരല്ലല്ലോ. ഇതാണ് സംശയം. ഈ സംശയം, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന സംശയം അർജുനൻ ചോദിക്കുകയാണ്. നോക്കൂ, അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അഥ അനന്തരം. എന്താ ഈ അനന്തരം എന്ന് പറഞ്ഞാൽ? ഭഗവാൻ പറഞ്ഞു സ്വധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്, സ്വധർമ്മം ശ്രേയസ്കരമാണ്, ഒരിക്കലും പരധർമ്മം വയ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതാണ് ശരിയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതാണ് ശരി, അത് നമുക്കൊക്കെ അറിയാം. എങ്കിൽ തന്നെയും ജനങ്ങൾ പാപം ചെയ്യുന്നുണ്ടല്ലോ. പാപമല്ലേ ഏറെ ചെയ്യണത്. അപ്പം ഇതെങ്ങനെയാ ചെയ്യണത്? കേന പ്രയുക്തഃ അയം പുരുഷഃ പാപം ചരതി. അയം പുരുഷഃ, ഈ മനുഷ്യൻ, അയം ഇവൻ, നേരെ ചൂണ്ടിക്കാണിച്ച്, നമ്മളെ കൊണ്ട് ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ഈ മനുഷ്യൻ അയം പുരുഷഃ. കേന പ്രയുക്തഃ, ആരാൽ പ്രയുക്തനായിട്ട്, ആരാൽ പ്രയോജിപ്പിക്കപ്പെട്ടിട്ട്, എപ്രകാരമാണോ പ്രയോജിപ്പിക്കപ്പെട്ട കാളകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തത്. ഒരു കാളയുടെ മുതുകിൽ എന്താ പറയുക, നുകം വെച്ചു.
നുകം വെച്ച് കഴിഞ്ഞാൽ അതിനെ ഏത് വഴിക്കാണോ കർഷകൻ അല്ലെങ്കിൽ വണ്ടിക്കാരൻ പ്രയോജിപ്പിക്കുന്നത് ആ വഴിക്ക് നടക്കല്ലാതെ വേറെ വഴിയില്ല. അതിന് സ്വാതന്ത്ര്യമില്ല. ഇതുപോലെ പ്രയുക്തനായിട്ട്, പ്രയോഗിക്കപ്പെട്ടിട്ട്, നിയുക്തനായിട്ട്, ആരാൽ പ്രയുക്തനായിട്ട്, ആരാൽ തെളിക്കപ്പെട്ടിട്ട് അയം പുരുഷ, ഈ മനുഷ്യൻ പാപം ചരതി, പാപം ചെയ്യുന്നു. വളരെ പാപം ചെയ്യുന്ന ഓരോ വ്യക്തിയും തന്നെ മനുഷ്യനാണ്, മനുഷ്യനല്ലെന്ന് പറയരുത്. എത്ര ദുർഘടമായിരിക്കുന്ന പാപകർമ്മം ചെയ്യുന്നവനാണെങ്കിലും അവൻ മനുഷ്യനല്ലെന്ന് പറയരുത്. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മനുഷ്യൻ ഉണ്ട്. മറ്റെന്തെല്ലാമോ ചില ശക്തികളാൽ പ്രേരിപ്പിക്കപ്പെട്ട്, നിയോഗിക്കപ്പെട്ട്, പ്രയുക്തനായി പാപം ചെയ്തു കൂട്ടുകയാണ്. ആരാൽ പ്രയുക്തനായിട്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്? സ്വധർമ്മം അനുഷ്ഠിക്കാതിരിക്കുക എന്ന, പരധർമ്മം അനുഷ്ഠിക്കുക എന്ന അപരാധം ആരാൽ പ്രയുക്തനായിട്ടാണ് മനുഷ്യൻ ചെയ്യുന്നത്? ചോദ്യം. അനിച്ഛൻ അപി, ഇച്ഛിക്കുന്നില്ല. പാപം ചെയ്യണമെന്നുള്ള ഇച്ഛ ആർക്കുമില്ല. ഞാൻ പാപം ചെയ്യണമെന്ന് ആരും വിചാരിക്കണില്ല. അപ്പി എന്നിരിക്കലും ബലാദിവ നിയോജിത, ബലപൂർവകം നിയോഗിക്കപ്പെട്ടിട്ടെന്ന പോലെ, ബലപൂർവകം നമ്മളെ കൊണ്ട് ബലമായ ഒരാൾ പിടിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ബലപൂർവകം, ബലാദ്. ചിലപ്പോൾ ചോദ്യം വന്നേക്കാം, അങ്ങനെ ബലപൂർവ്വകം ഒരാൾക്ക് വേറൊരാളെ കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദ്യം വരും. അതൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ചോദിക്കാം. കാരണം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ അകപ്പെടുമ്പോൾ, പലതരത്തിൽപ്പെട്ട സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ വിധേയരാകുമ്പോൾ ബലപൂർവകം അയാൾ കൽപ്പിക്കുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഒരു സംശയവുമില്ല. അപ്പം ബലപൂർവകം നിയോഗിക്കപ്പെട്ടിട്ടെന്ന പോലെ ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ്, ആരാൽ പ്രയോജിപ്പിക്കപ്പെട്ടിട്ടാണ് ഈ മനുഷ്യൻ പാപം ചെയ്യുന്നത്? അനിച്ഛന്നപി, അവിടെയാണ് അടിവരേണ്ടത്. അനിച്ഛന്നപി, ഇച്ഛിക്കുന്നില്ല, പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല, എന്നിട്ടും ചെയ്തു കൂട്ടുകയാണ്. അത് ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ്? വളരെ പ്രസക്തമായ ചോദ്യമാണിത്. ഈ ചോദ്യവും അതിനുള്ള ഉത്തരവും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഭഗവാൻ എന്തൊക്കെയാണോ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യുകയാണ്. മഹാഭാരതത്തിൽ നിന്ന് എന്ന വിധം പലരും ഒരു ശ്ലോകം ഉദ്ധരിക്കാറുമുണ്ട്. ആധ്യാത്മിക പ്രഭാഷകന്മാരേറെയും ഒരു ശ്ലോകം ഉദ്ധരിക്കാറുണ്ട്. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നചമേ നിവൃത്തി, കേനാപി ദേവേന ഹൃദി സ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. ആ ശ്ലോകത്തിലൊരു തെറ്റുമില്ല കേട്ടോ. ശ്ലോകം പരമാർത്ഥ. പക്ഷെ അർത്ഥം പറയുമ്പോഴായി തെറ്റ് വരിക. കേനാപി ദേവേന, ഏതോ ദൈവം നിയോഗിക്കുന്നത് പോലെ ഞാൻ ചെയ്യാമെന്ന്. ഇത് ദുര്യോധനൻ പറയണതായിട്ടും ഇത് ധൃതരാഷ്ട്ര പറയണതായിട്ടും ഒക്കെ പല പ്രഭാഷകന്മാരും പ്രസംഗിക്കാറുണ്ട്. ജാനാമി ധർമ്മം, ധർമ്മം എന്താണെന്ന് ഞാൻ അറിയുന്നു, എന്നാൽ നചമേ പ്രവൃത്തി, അതിൽ പ്രവൃത്തി എനിക്കില്ല, ചെയ്യണില്ല ഞാൻ. ജാനാമി അധർമ്മം, അധർമ്മം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ നചമേ നിവൃത്തി, അതിൽ നിന്നൊരു വിടുതലും ഇല്ല. കേനാപി ദേവേന ഹൃദിസ്ഥിതേന, ഹൃദയത്തിലിരിക്കുന്ന ഏതോ ഒരു ദേവനാൽ യഥാ നിയുക്തോസ്മി, എങ്ങനെ നിയോഗിക്കപ്പെടുന്നുവോ ഞാൻ തഥാ കരോമി, അതുപോലെ ചെയ്തു കൂട്ടുകയാണ് എന്ന് പറയുന്നതായിട്ട്. ഇത്തരമൊരു ശ്ലോകം മഹാഭാരതത്തിൽ ഇല്ല കേട്ടോ. ഇങ്ങനെ ശ്ലോകം മഹാഭാരതത്തിൽ ഇല്ല. മനസ്സിൽ ഉപയോഗിക്കോളൂ. മഹാഭാരതം മുഴുവൻ.
അങ്ങനെ വരുമോ? ഇല്ല പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉള്ള മഹാഭാരതത്തിലില്ല. ഇപ്പം നമുക്ക് കിട്ടുന്ന മഹാഭാരതത്തിൽ ഇങ്ങനൊരു ശ്ലോകമില്ല. മഹാഭാരതത്തിൻ്റെ വളരെ വിപുലമായ പാഠം കാശ്മീരി പാഠമായിരുന്നു. കാശ്മീരി പാഠം നഷ്ടപ്പെട്ടു പോയിട്ട് കാലം കുറേയായി. സർവകലാശാലകൾ തീവയ്ക്കപ്പെട്ട് നളന്തയും തക്ഷശിലയുമൊക്കെ നശിപ്പിക്കപ്പെട്ട കാലഘട്ടം ഓർമ്മിക്കുക. കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ കത്തിച്ചാമ്പലായത് ഓർമ്മിക്കുക. എല്ലാം ഒന്നും മറക്കരുത്. ഇതൊക്കെ ഓർമ്മിക്കണം. ഏതായാലും കാശ്മീരി പാഠത്തിൽ ഇതുണ്ടായിരിക്കാം എന്ന് പറയാമെന്നല്ലാതെ, എങ്കിലും ഇത് മഹാഭാരതം എന്നുള്ള രൂപത്തിൽ കർണാകർണികയ അങ്ങനെ പ്രചരിച്ചു പോരുന്ന ശ്ലോകമാണ്. ഇവിടെ ആരാണ് ഈ ദേവൻ? കേനാപി ദേവേന ഹൃദിഷ്ഠിതേന. ഏതോ ഒരു ദേവൻ ഉള്ളിലിരുന്ന് എന്ത് തോന്നിപ്പിക്കണോ അതുപോലെ ഞാൻ ചെയ്യണമെന്നാണല്ലോ. ആരാ ഈ ദേവൻ? ആരാൽ പ്രയുക്തനായിട്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്? ധർമ്മം എന്തെന്നറിഞ്ഞും ചെയ്യാത്തത്, അധർമ്മം എന്തെന്നറിഞ്ഞും ചെയ്തു കൂട്ടുന്നത്. ഇത് പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യം നമ്മുടെയൊക്കെ ചോദ്യമാണ്. നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് അർജുനൻ ചോദിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ വരുന്ന വലിയൊരു പ്രശ്നമാണിത്. നോക്കൂ, എന്താണ് ഭഗവാൻ മറുപടി പറയുന്നത്? കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ശ്രീഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ഏഷഃ കാമഃ. യവൻ കാമനാണ്. ക്രോധ ഏഷ. യവൻ ക്രോധനാണ്. രണ്ടും പുല്ലിംഗത്തിലാ പ്രയോഗം. ഇവൻ കാമനുമാണ്, ഇവൻ ക്രോധനുമാണ്. ഇവിടെ വളരെ ശ്രദ്ധിച്ചാൽ ഇവിടെ പ്രയോഗം ഏകവചനത്തിലാണ് എന്ന് മാത്രമല്ല, അവിടെ സമാസം ചെയ്തില്ല, ഏകവചനം നിലനിർത്തി. എങ്കിലും രണ്ടാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്ന് ആർക്കെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഏനം എന്ന് പ്രയോഗിക്കുകയാണ്. ഏനം വൈരിണം. ഇവനെ ശത്രുവെന്നറിയൂ, ഇവരെ ശത്രുക്കളെന്നറിയൂ എന്നല്ല. അപ്പോൾ ഏകവചനമാണ് ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് കാമം? കാമം എന്ന് പറഞ്ഞാൽ സുഖഹേതുവാകും, സുഖത്തിന് കാരണമാകും എന്ന നിലയ്ക്ക് അപ്രാപ്തമായ ഒരു വസ്തുവെ ആഗ്രഹിക്കുന്നതിന് പറയുന്ന പേരാണ് കാമം. ഇപ്പോൾ പ്രാപ്തമല്ലാത്ത ഒരു വസ്തുവെ, വസ്തു എന്ന് പറഞ്ഞാൽ എന്തു ആവാം, സുഖഹേതുവിനായിക്കൊണ്ട് ഇത് സുഖത്തിന് തീരും എന്ന സങ്കല്പത്തോടുകൂടി ആഗ്രഹിക്കുന്നതിന് പറയുന്ന പേരാണ് കാമം. ഏതെങ്കിലും പ്രകാരത്തിൽ കാമം തടുക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നതാണ് ക്രോധം. ഏതെങ്കിലും പ്രകാരത്തിൽ തടുക്കപ്പെടുന്ന കാമം ക്രോധമായി പരിണമിക്കും. അതുകൊണ്ട് തന്നെ കാമത്തിനും ക്രോധത്തിനും സ്വരൂപം ഒന്ന് തന്നെയാണ് കാമം. പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ പറയാറുണ്ട് എനിക്ക് കാമമൊന്നുമില്ല പക്ഷെ ക്രോധം ഉണ്ടാവും കേട്ടോ. സാധ്യമല്ല. കാമത്തിൽ നിന്നേ ക്രോധം വരുള്ളൂ.
അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ മക്കളോട് നമുക്ക് ക്രോധം പിടിക്കുന്നുണ്ട് മക്കളോട്, അതെന്താ? അത് അവരിങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നമ്മുടെ കാമത്തിന് തടസ്സം വരുമ്പോഴാണ്. അവരിങ്ങനെയേ പെരുമാറാൻ പാടുള്ളൂ എന്ന് നമ്മൾ അങ്ങോട്ട് കാമിക്കുന്നു. അത് നടക്കാതെ വരുമ്പം ക്രോധാവുന്നു, അത്രയേ ഉള്ളൂ. അവിടെ അവരുടെ ചെയ്തിയല്ല നമ്മുടെ ക്രോധത്തിന് കാരണം, മറിച്ച് നമ്മുടെ സങ്കല്പമാണ് ക്രോധത്തിന് കാരണം. ആലോചിച്ച് നോക്കുക. കാമത്തിനേ ക്രോധം ഉണ്ടാവുള്ളൂ. കുതശ്ചിത് പ്രതിഹതാത് കാമാത് ക്രോധ. എങ്ങനെയെങ്കിലും പ്രതിഹതമാകുന്ന, തടയപ്പെടുന്ന കാമത്തിൽ നിന്നാകുന്നു ക്രോധം. അപ്പോൾ ഇവിടെ യവൻ കാമനാണ്, ഈ ദേവൻ കാമനാണ്, ഉള്ളിലിരിക്കുന്ന കാമനാണ് നമ്മളെ കൊണ്ട് അപരാധം ചെയ്യിപ്പിക്കുന്നത്. ധർമ്മം എന്തെന്നറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് കാമത്താലാണ്. അധർമ്മം എന്തെന്നറിഞ്ഞിട്ടും ചെയ്യുന്നത് കാമത്താലാണ്. ആഗ്രഹങ്ങളാൽ പ്രേരിതരായിട്ടോ. ഏതെങ്കിലും ഒന്നിൽ നമുക്ക് കാമം ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനെ അത് ആ കാമത്തിനാസ്പദമായ വിഷയത്തെ നേടുന്നതിനുള്ള ഒരു എന്താ പറയുക, ഒരു തള്ളിച്ച വേഗം എന്ന് അതിന് ശാസ്ത്രത്തിൽ പറയുക. വേഗം നമുക്കുണ്ടാവും, കാമവേഗം നേടുന്നതിനായിക്കൊണ്ടുള്ള വേഗം. ആ തള്ളിച്ചപ്പെട്ട് കഴിഞ്ഞാൽ നിവൃത്തിയില്ല. ആ തള്ളിച്ചപ്പെടുന്നതിന് മുമ്പ് വിവേകം കൊണ്ട് നിയമിച്ചാൽ നന്നായി. ഏതെങ്കിലും ഒരു വേഗം നമ്മളിൽ ഉദ്ഭവിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിക്കുക എളുപ്പമല്ല. അനായാസമായി നമുക്ക് എടുത്തു കൊണ്ട് നടക്കാവുന്ന ഒരു കുഞ്ഞ് തന്നെ ഒരു ഊഞ്ഞാലിൽ വളരെ വേഗത്തിൽ ആടി വരുന്ന സമയത്ത് നമുക്ക് പിടിക്കാൻ പറ്റില്ല. വേഗമായി രൂപപ്പെട്ടാൽ അത് നിയന്ത്രിക്കുക എളുപ്പമല്ല. അപ്പോൾ ഏഷഃ കാമഃ ഏഷഃ ക്രോധഃ. ഇതാണ് അർജുനൻ്റെ ചോദ്യത്തിന് മറുപടി. ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം വിശേഷണങ്ങൾ, വിശദീകരണങ്ങളാണ്. രജോ ഗുണ സമുദ്ഭവഃ. രജോ ഗുണത്തിൽ നിന്ന് സമുദ്ഭവിക്കുന്ന അഥവാ രജോ ഗുണത്തെ സമുദ്ഭവിപ്പിക്കുന്ന. അപ്പം നമ്മളിലൊക്കെ നിലകൊള്ളുന്ന രജോ ഗുണത്തിൽ നിന്നാണ് കാമവും ക്രോധവും ഒക്കെ ഉദ്ഭവിക്കുന്നത്. അഥവാ നമ്മളിലുണ്ടാവുന്ന കാമം രജോ ഗുണത്തെ ഉദ്ഭവിപ്പിക്കുന്നു. രജസ് ഉദ്ഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ കൊണ്ട് ക്രിയയെ ചെയ്യിപ്പിക്കും. രജസ്സിന് ക്രിയ അനിവാര്യമാണ്. നിശ്ചയമായും ക്രിയ ഉണ്ടാവും. എന്നെ മാത്രമല്ല, അവൻ്റെ സ്വഭാവം പറയുകയാണ്, കാമൻ്റെ സ്വഭാവം പറയുകയാണ്. ഈ കാമൻ മഹാശനനാണ്. മഹാശനൻ, മഹത്തായ അശനത്തോടു കൂടിയവൻ. അശനം ശാപ്പാട്, വലിയ ശാപ്പാട്ടുകാരനാണ്. എത്ര ശാപ്പാട്ടാലും മതിയാവില്ല. അതാണ് ഈ കാമൻ്റെ സ്വഭാവം. നീ മെനിയും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, മതിയെന്നുണ്ടാവില്ല. മഹാശനഃ. ആയിരം വർഷം പുത്രനോട് കടം വാങ്ങിയ യൗവനത്തോടു കൂടി വിഷയോപഭോഗം ചെയ്ത ശേഷമാണ് യയാതിക്ക് ബോധം വന്നത്. ഈ കാമോപഭോഗം കൊണ്ട് കാമം തീരണില്ല കേട്ടോ. അഗ്നി നെയ്യിനാൽ എന്നതുപോലെ കൂടുതൽ ആളി കത്തുന്നേ ഉള്ളൂ. അതുകൊണ്ട് കാമത്തിൻ്റെ ഉപഭോഗം കൊണ്ട് കാമമില്ലാതാവില്ല. ന ജാതു കാമ കാമാനാം ഉപഭോഗേന ശാമ്യതി ഹവിഷാ കൃഷ്ണവർത്തുമായിവ ഭൂയഹേവാഭിവർദ്ധതേ. ഈ തിരിച്ചറിവ് വരാൻ
1000 വർഷം വേണ്ടി വന്നു യയാതിക്ക്. മഹാശനഹ. എത്ര കഴിച്ചാലും മതിയാവില്ല. നമ്മൾ എത്ര വിഷയങ്ങളെ കൊടുക്കുന്നു അത്രയും വിഷയങ്ങൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് കാമത്തിൻ്റെ സ്വഭാവം. മഹാപാപ്മാവാണ്, മഹാപാപത്തെ ചെയ്യിപ്പിക്കുന്നവനാണ്. എന്തെല്ലാം മഹാപാപങ്ങളാണ് ഈ കാമൻ ചെയ്യിപ്പിക്കുന്നത്. ഈ കോഴിക്കോട് തന്നെ മൊത്തം സമൂഹ മനസ്സിനെ ഞെട്ടിച്ച സംഭവങ്ങൾ. കൊച്ചു കുഞ്ഞിനെ അച്ഛനും രണ്ടാനമ്മ എന്ന് പറയാൻ പാടില്ല, കാരണം അമ്മ എന്നുള്ള ശബ്ദം ആസ്ഥാനത്ത് പ്രയോഗിച്ചുകൂടാ. കൊന്ന കഥ നമുക്കറിയാം. ഇന്ന് സുപ്രധാനമായൊരു വിധി പ്രസിദ്ധീകരിക്കപ്പെട്ടു. എറണാകുളത്ത് നൊന്ത് പെറ്റ പിഞ്ചു കുഞ്ഞിനെ അമ്മയും അമ്മയുടെ കാമുകനും കൂടി കൊന്ന വിഷയത്തിലുള്ള വിധി സ്പെഷ്യൽ കോർട്ട് പുറപ്പെടുവിച്ചു. ഇന്ന് പ്രസിദ്ധീകൃതമാണ്. അയാൾക്ക് വധശിക്ഷ വിധിച്ചു കോടതി. അമ്മയ്ക്ക് ഇരട്ട ജീവപര്യന്തവും. കോടതി അവിടെ നിരീക്ഷിച്ചിട്ടുണ്ട്, അമ്മ എന്ന വാക്കിന് അപമാനമാണ് ഈ സാധനം, ഈ സ്ത്രീ എന്ന്. കാരണം തൻ്റെയും കാമുകൻ്റെയും കാമചേഷ്ടയ്ക്ക് തടസ്സമാകുന്നു ഈ പിഞ്ചു കുഞ്ഞ്, നൊന്ത് പെറ്റ പിഞ്ചു കുഞ്ഞ്. അതുകൊണ്ട് എവരും കാമുകനും കൂടി ആ കുഞ്ഞിനെ കൊല്ലുകയാണ്. എന്നിട്ട് കാമുകനും അയാളുടെ കൂട്ടുകാരനും കൂടി, ശരിക്കും പറഞ്ഞാൽ മുഴ മരിച്ചിട്ടൊന്നുമില്ല കുട്ടി, മണ്ണ് കുഴിയെടുത്ത് എർത്ത് മൂവർ കൊണ്ട് അതിനെ കുഴിച്ചിടുകയാണ്. നോക്കി നിൽക്കുന്നു സ്വന്തം പെറ്റ അമ്മ. ചിന്തിക്കുക. കാരണം കാമത്തിന് തടസ്സമാകുന്നു. നമ്മുടെ യഥേഷ്ടമായ കാമവ്യവഹാരത്തിന് തടസ്സമാകുന്നു മോള്. അതുകൊണ്ട് മോളെ കൊല്ലുക. മഹാപാപ്മാ. എന്തൊക്കെ പാപകർമ്മങ്ങളാണ് ചെയ്യിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ചി ചീന്തുന്നവർ. മുത്തശ്ശിക്ക് പോലും ഇരിക്കപ്പുറതിയില്ല. വല്ലാത്ത അവസ്ഥാവിശേഷമാണ്. ഇതിൻ്റെയൊക്കെ വാർത്തകൾ വലിയ കേമായിട്ട് അങ്ങനെ 1-ാം പേജിൽ വരുമ്പോൾ കൂടുതൽ വീരപരിവേഷത്തോടു കൂടി അത് വളർന്ന് വരുന്നു. ചിന്തിക്കുക. അതുകൊണ്ട് അർജുനൻ്റെ ചോദ്യത്തിന് മറുപടി ഇതാണ്: ഇവൻ കാമനാണ്, ഇവൻ ക്രോധൻ. ഇവിടെ കാമത്തെയും ക്രോധത്തെയും ഭഗവാൻ ഒന്നായിട്ടാണ് പരിഗണിച്ചതെന്ന് ഏകവചന പ്രയോഗം കൊണ്ട് മനസ്സിലാക്കാം. ഏതായാലും ഈ ഭാഗം നമുക്ക് നാളെ വീണ്ടും ശ്രദ്ധിക്കാം, കൃത്യസമയത്തിന് ഒത്തുചേർന്ന്. ഇവിടെ കുറേ കടലാസുകളുണ്ട്, എത്ര എത്തുന്നറിയില്ല. ഒരേ കൈയക്ഷരത്തിൽ ഒന്നിലധികം കടലാസ് കാണുന്നതൊന്ന് മാറ്റി വെക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കും. അഗ്നി കണ്ടെത്തിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും അറിയില്ല. വേദം ആരംഭിക്കുന്നത് അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ്. അഗ്നിമീഡേ പുരോഹിതം.
നമുക്ക് മുഴുവൻ മുമ്പിൽ, നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ പുരതഃ ഹിതം നൽകിക്കൊണ്ട്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരമമായ ഹിതത്തിലേക്ക് നയിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പരമാത്മസ്വരൂപമായ അഗ്നി, ആ അഗ്നിയെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കാലം നിർണയിക്കാനാവാത്ത വേദം ആരംഭിക്കുന്നത്. അപ്പം അഗ്നി കണ്ടെത്തിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും അറിയില്ല, അറിയാത്ത വിഷയമാണ് അത്. ഭൗമാഗ്നി, അഗ്നി തന്നെ പല തരത്തിലുണ്ട്. ഉദരാഗ്നി, ഖനിജാഗ്നി. ഖനിജാഗ്നിയാണ് സ്വർണം വെള്ളിയൊക്കെ, അതും അഗ്നിയാണ്. ഭൗമമായിരിക്കുന്ന അഗ്നി, അതാണ് നമ്മൾ സാധാരണ അഗ്നി എന്ന് പറയുന്നത്. ഇങ്ങനെ പല അഗ്നിയുടെ പ്രകടീകൃത ഭാവങ്ങളുമുണ്ട്. ഏതായാലും തീയ് എന്നുള്ള അർത്ഥത്തിൽ അഗ്നി തസ്മാദ്വാ ഏതസ്മാദാത്മന ആകാശ സംഭൂതഃ ആകാശാദ് വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അഭ്യ പൃഥിവീ. സ്വശക്തിയായ മായയോട് ചേർന്ന ഈശ്വരനിൽ നിന്ന് ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും പ്രകടമായി. അപ്പോൾ ഭഗവാൻ ആദ്യേ അഗ്നിയെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രപഞ്ചോത്പത്തിക്ക് ഓരോ മഹാകൽപ്പത്തിൻ്റെ ആരംഭത്തിലും ഈ പ്രപഞ്ചം ഉത്പന്നമാകുമ്പോൾ തന്നെ അഗ്നി കണ്ടെത്തപ്പെടുന്നുണ്ട്. എന്നിട്ട് അവയുടെ ചേർച്ചയാൽ സകല പ്രപഞ്ചവും രൂപപ്പെടുന്നു. അതല്ല ചോദിച്ചത്, മനുഷ്യൻ അവൻ്റെ വ്യവഹാരത്തിന് അഗ്നിയെ ഉപയോഗിച്ചിട്ട് എത്ര കാലമായി എന്നാണ്. അതിനാണ് ആദ്യം മറുപടി ലളിതമായി പറഞ്ഞത്, അറിയില്ല എന്ന്. അഗ്നിയുടെ സഹായമില്ലാതെ ഏറെക്കാലം മനുഷ്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി, അറിയില്ല, അറിയാത്തതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അഗ്നിയുടെ സഹായമില്ലാതെ മനുഷ്യൻ കുറേ കാലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയണത്? അങ്ങനെയൊക്കെയാണ് പറയണതേ. പണ്ടെല്ലാം അപരിഷ്കൃതരായിരുന്നു, പിന്നെ അഗ്നി കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ട്, നമുക്കറിയില്ലേ. സമ്പന്നതയായിരുന്നോ ദാരിദ്ര്യമായിരുന്നുവോ അതും അറിയില്ല. പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഒഴികെ ഒരു ജീവജാലവും അഗ്നിയെ ആശ്രയിക്കുന്നില്ല. അവർ സമ്പന്ന അവസ്ഥയിലോ നാശത്തിൻ്റെ വക്കിലോ. ആശ്രയിക്കാതെ നിറഞ്ഞു നിൽക്കുന്നവൻ സമ്പന്നനാണ്. ആശ്രയിക്കാതെ നിറഞ്ഞു നിൽക്കുന്നവൻ സമ്പന്നനാണ്. ആശ്രയബോധം വരുമ്പോൾ ഒരാൾ ദരിദ്രനാകുന്നു. പക്ഷേ നമ്മളൊക്കെ ദരിദ്രരാണ്. ദാരിദ്ര്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, സമ്പന്നതയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒന്നുകൂടി പറയാം, ആശ്രയബോധം എപ്പോൾ നമ്മളിലുണ്ടോ അപ്പോൾ നമ്മൾ ദരിദ്രരാണ്. പക്ഷെ ആശ്രയബോധമല്ലേ സമ്പന്നരാവാൻ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്? ആ പ്രവൃത്തിയല്ലേ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്? അപ്പോൾ നമ്മളൊക്കെ ഒരു ദൃഷ്ടിയിൽ ദരിദ്രരാണ്, മറ്റൊരു ദൃഷ്ടിയിൽ സമ്പന്നരാണ്. ഇനിയും ദരിദ്രരാവട്ടെ നമ്മൾ, ഇനിയും സമ്പന്നരാവട്ടെ നമ്മൾ. അർത്ഥം മാറി ആരും ധരിക്കരുതേ. ശ്രീകാന്തപുരസ്വാമി വന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും ദരിദ്രരാവട്ടെ എന്ന് മുറിച്ചു മാറ്റി പറയരുതേ. കാരണം ഏതെങ്കിലും വിഷയത്തിലുള്ള ആവശ്യകതയാണ് ഗവേഷണത്തിലേക്കും കണ്ടെത്തലിലേക്കും വിപുലീകരണത്തിലേക്കും ഒക്കെ നമ്മളെ നയിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു നിശ്ചലഭാവം സമാജത്തിന് വന്നു ചേരും. ഏത് സമാജത്തിന് നിശ്ചലഭാവം വന്നു ചേർന്നാലും അത് നാശമായിരിക്കും. അതുകൊണ്ട് സമ്പന്നതയും ദാരിദ്ര്യവും ഒത്തുചേർന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കണം.
ഒരേ വ്യക്തി തന്നെ ആവശ്യകതയുള്ളവനും ആവശ്യകതയെ നിറവേറ്റാൻ കണ്ടെത്തലുകൾക്ക് പോകുന്നവനും കണ്ടെത്തലുകളാൽ സമ്പന്നനും ഒക്കെ ആയിരിക്കണം. ശരി. കേന്ദ്ര സർക്കാർ ഹജ്ജ് സബ്സിഡി നിർത്തലാക്കിയല്ലോ. ഇല്ല, നിർത്തലാക്കിയിട്ടില്ല. നിർത്തലാക്കിയിട്ടില്ല. അത് തെറ്റായ പ്രചരണമാണ്. എല്ലാ സബ്സിഡികളും നിർത്തലാക്കണം എന്നുള്ള ഒരു നയം ഉണ്ടാവേണ്ടതാണ്. ഹജ്ജ് സബ്സിഡി മാത്രമല്ല, എല്ലാ സബ്സിഡിയും. മനുഷ്യനെ കൂടുതൽ കൂടുതൽ പർച്ചേസിംഗ് പവറുള്ളവനാക്കി മാറ്റി സാമ്പത്തികമായി താഴെത്തട്ടിലുള്ളവനെ ഉയർത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് ക്ഷേമരാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്കായിക്കൊണ്ട് പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഏതായാലും ഹജ്ജ് സബ്സിഡി ഇല്ലാതാക്കിയിട്ടില്ല. പ്രീണനമില്ലാതെ ന്യൂനപക്ഷങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന നയത്തിൻ്റെ ഭാഗമായാണ് സബ്സിഡി നിർത്തുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി മുക്തർ അബ്ബാസ് നഖ്വി പ്രസ്താവിച്ചിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായി. പക്ഷേ ഇപ്പോൾ നിർത്തിയിട്ടില്ല. നിർത്താൻ ഫേസ്ഡ് ആയിട്ട് നിർത്തും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് നിർത്തിയിട്ടില്ല. കാരണം ഈ വർഷവും സബ്സിഡി കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രേ പറയാൻ പറ്റൂ. ഇതിവിടെ ഹജ്ജ് സബ്സിഡി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടേക്ക് പോകാനും സബ്സിഡി വേണം ഇവിടേക്ക് പോകാനും സബ്സിഡി വേണമെന്ന് ആവശ്യപ്പെടുകയല്ല വേണ്ടത്. തീർത്ഥയാത്രകളൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് പോവുക വേണ്ടത്. എല്ലാ തീർത്ഥയാത്രകളും അവനവൻ്റെ വൈയക്തികമായ ഉപാസനയാണ്. വൈയക്തികമായ ഉപാസനയ്ക്ക് സമാജത്തിൻ്റെ തലയിൽ കെട്ടിവെക്കരുത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക സിദ്ധാന്തം അനുസരിച്ച് തന്നെ ഹജ്ജിനൊരു കാരണവശാലും സബ്സിഡി വാങ്ങിപ്പോകാൻ പാടില്ല. കാരണം കടം വീട്ടിയിട്ട് വേണം ഹജ്ജിന് പോവാൻ. ആയിരക്കണക്കിന് പേരോട്, പലവിധ രോഗങ്ങൾ ഉള്ള രോഗികളോട് ഒക്കെ കടക്കാരായിട്ട് ഹജ്ജിന് പോയാൽ ഹജ്ജ് പൂർണ്ണമാവില്ല ഇസ്ലാമിക സങ്കല്പം അനുസരിച്ച്. കടം വീട്ടിയിട്ട് വേണം ഹജ്ജിന് പോകേണ്ടത്. അതുകൊണ്ട് ഹജ്ജ് സഫലമാവട്ടെ. അതുകൊണ്ട് ഇസ്ലാമിക വിശ്വാസികൾ പറയേണ്ടത് ഞങ്ങൾക്ക് സബ്സിഡിയിൽ ഹജ്ജിന് പോകേണ്ട ആവശ്യമില്ല, ഞങ്ങളങ്ങനെ പോവില്ല. കാരണം ഞങ്ങളെ വിശ്വാസം സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാണ്. കടം വീട്ടിയിട്ട് വേണം ഹജ്ജിന് പോവാൻ എന്നാണ് പറയേണ്ടത്. എന്തിനാണ് മതവും ആചാരങ്ങളും എന്നാണ് ഒരാളുടെ സംശയം. എന്തിനാണ് മതവും ആചാരങ്ങളും? എല്ലാം ആവശ്യകതയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എന്താണ് മതം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്? മതം അഭിപ്രായമാണ്. അതായത് ഈ ലോക ജീവിതത്തെ സംബന്ധിച്ച്, അതിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച്, മാർഗത്തെ സംബന്ധിച്ചൊക്കെ ഈ ലോകത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായ മഹാത്മാക്കൾ, ആ മഹാത്മാക്കൾ ചിലപ്പോൾ ആധ്യാത്മിക ആചാര്യന്മാരാകാം, ചിലപ്പോൾ സമൂഹ പരിഷ്കർത്താക്കളാകാം. അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളെ അവർ ലോകത്തിന് പഠിപ്പിക്കുന്നു. അതിനെ സ്വീകരിച്ചുകൊണ്ടൊരു ജനസമൂഹം ജീവിതം വളർത്തിയെടുക്കുമ്പോൾ, വാർത്തെടുക്കുമ്പോൾ അതൊരു മതമായി ഉരുത്തിരിയുന്നു. ഇങ്ങനെയാണ് ലോകത്തിലെ വ്യത്യസ്ത മതങ്ങൾ ആവിർഭവിച്ചതും പ്രചരിക്കുന്നതും. എല്ലാ മതങ്ങളും ഇങ്ങനെയാണ്. ഇപ്പം ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയും മാർഗത്തെയും സംബന്ധിക്കുന്ന, ഈശ്വരനെ സംബന്ധിക്കുന്ന, ജഗത്തിനെ സംബന്ധിക്കുന്ന, ജീവനെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ലോകത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ച മഹാത്മാക്കൾ, അടിവരയിട്ട് പറയുന്നു, അവർ ചിലർ ആധ്യാത്മിക ആചാര്യന്മാരാകാം, ചിലർ സമൂഹ പരിഷ്കർത്താക്കളാകാം.
പക്ഷേ അവർക്ക് പ്രഭാവമുള്ളവരായിരുന്നു. അവരൊക്കെ ജനസമൂഹത്തെ സ്വാധീനിക്കാനുള്ള പ്രഭാവമുള്ളവരായിരുന്നു. അവരുടെ അഭിപ്രായങ്ങളെ പിൻപറ്റി ജനജീവിതം വാർത്തെടുക്കുമ്പോഴാണ് മതം ഉരുത്തിരിയുന്നത്. അപ്പോൾ മതം എന്തിനാണെന്ന് ചോദിച്ചാൽ ആ മതത്തിൻ്റെ നന്മകളെ ഉൾക്കൊണ്ട് സ്വയം ആചാരങ്ങളെ പുലർത്താനും ആചാരങ്ങളിലൂടെ അച്ചടക്കമുള്ള വ്യക്തിത്വത്തെ നേടാനും ജഗത്ത്, ഈശ്വരൻ, ജീവൻ തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ജീവിതം മുന്നോട്ട് പോകാനും സർവോപരി ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടാവാനും. ലക്ഷ്യമുള്ളവൻ്റെ ജീവിതം മാത്രമേ അലച്ചിലാവാതിരിക്കൂ. അങ്ങനെ ലക്ഷ്യബോധം ഉണ്ടാവുന്നതിനുമൊക്കെ ശരിയായ അർത്ഥത്തിൽ മതവും ആചരണങ്ങളും ഉപകരിക്കുന്നു എന്ന് നമുക്ക് ഏറ്റവും ലഘുവായി പറയാം. ഇത് വിസ്തരിച്ചാൽ ദിവസങ്ങൾ പറയേണ്ടുന്ന വിഷയമാണ്. വ്യവസായങ്ങളും കച്ചവടങ്ങളും വിജയകരമായി കൊണ്ടുപോകുന്നതിൽ ഹൈന്ദവർ പിറകിലാവുന്നതിൻ്റെ കാരണം എന്താണ്? അതിനോട് നമുക്കൊട്ടും യോജിപ്പില്ല. വ്യവസായങ്ങളും കച്ചവടങ്ങളും വിജയകരമായി കൊണ്ടുപോകുന്നതിൽ ഹൈന്ദവർ പിറകിലല്ല. ലോകത്തിലുള്ള ഏറ്റവും വലിയ കച്ചവടക്കാരുടെ എണ്ണം എടുത്തു നോക്കിക്കോളൂ, പേരെടുത്തു നോക്കിക്കോളൂ. പ്രധാനപ്പെട്ട കച്ചവടക്കാരുടെ ഇന്ത്യ കേന്ദ്രമായിട്ടായാലും ഏഷ്യ കേന്ദ്രമായിട്ടായാലും അമേരിക്ക കേന്ദ്രമായിട്ടായാലും യൂറോപ്പ് കേന്ദ്രമായിട്ടായാലും അറേബ്യ കേന്ദ്രമായിട്ടായാലും ഒക്കെ പ്രവർത്തിക്കുന്ന വലിയ കച്ചവടക്കാരുടെ ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ധാരാളം ഹിന്ദു എന്ന് പറയുന്നവർ തന്നെയാണ്. ധാരാളം. എന്നാൽ ഒരു ഇടത്തരം വ്യവസായ മേഖലയിൽ, പ്രത്യേകിച്ച് പറയട്ടെ കേരളത്തിൽ, ഹിന്ദു എന്ന് പറയുന്നവർ, സർക്കാർ മതം ചോദിച്ചാൽ ഹിന്ദു എന്ന് പറയുന്നവർ കച്ചവടത്തിൽ വളരെ പിറകിലാണ്. കാരണവന്മാരായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് നിലനിർത്തി പോണവരും നശിപ്പിക്കണവരും കൂടുതലുള്ളത്. പുതുതായി തുടങ്ങണവരുടെ എണ്ണം എപ്പോഴും കുറവ് തന്നെയാണ്. എന്തറിയില്ല. ഒരു ആവറേജ് ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് മക്കളോ എന്താവണം, മക്കളെ എങ്ങനെയാണ് പഠിപ്പിക്കണമെന്ന് വെച്ചാൽ അവർ പറയുക, പഠിക്കണം, നല്ല മാർക്ക് പഠിക്കണം, പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിട്ട് ഉദ്യോഗസ്ഥനാവണം, കഴിഞ്ഞു അവൻ്റെ സങ്കല്പം. എന്നിട്ട് മാസം വാങ്ങിക്കൊള്ളുക, ശമ്പളം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. വേറെ ജീവിത വീക്ഷണം ഇല്ല. പിന്നെ എങ്ങനെയാണ് അവൻ കച്ചവടത്തിൽ ഉയരുക? കുറേ പേർക്ക് ശമ്പളം കൊടുക്കണമെന്നൊരു ചിന്ത ചെറുപ്പത്തിലേ വളർത്തിയെടുക്കണ്ടേ? അതില്ല, ശമ്പളം വാങ്ങിയാൽ മതി. ഈ ഇരിക്കണവരോട് തന്നെ നിങ്ങളുടെ ജീവിത വീക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് മിക്കവാറും പേര് പറയുക. മിക്കവാറും, എല്ലാവരും അല്ല കേട്ടോ. പഠിക്കണം, നല്ല വിദ്യാഭ്യാസം നേടണം, എന്നിട്ട് ജോലി വാങ്ങണം, എന്നാൽ സെക്യൂറായി. അത് ശരിയായ കാഴ്ചപ്പാടല്ല. എല്ലാവരും വ്യവസായം ചെയ്യണമെന്ന് പറഞ്ഞാലും ശരിയല്ല. അവനവൻ്റെ സ്വഭാവവിശേഷമനുസരിച്ച് ഓരോ മേഖലയിലും ഉയരണം. ധാരാളം കച്ചവടക്കാർ നമ്മളിൽ നിന്നുണ്ടാവണം എന്ന സങ്കല്പം നമുക്കുണ്ടാവണം. ധാരാളം ഉദ്യോഗസ്ഥരുണ്ടാവണം എന്ന സങ്കല്പം ഉണ്ടാവണം. എല്ലാ മേഖലയിലും ഉയർന്നു പോകണം എന്ന സങ്കല്പം ഉണ്ടാവണം. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് വിശേഷിച്ചും ഒരു ആവറേജ് വ്യവസായ മേഖലയിൽ ഹിന്ദു എന്ന് പറയുന്നവൻ വളരെ പിന്നോട്ട് തന്നെയാണ്. ഇതൊരു വസ്തുതയാണ്. കച്ചവടത്തിൻ്റെ ഒരു മനഃശാസ്ത്രം തീരെ അറിയാത്തതുപോലെയാണ് പെരുമാറണത്. നമ്മളെപ്പോഴും ഓർമ്മിക്കാറുള്ളൊരു ദൃഷ്ടാന്തമുണ്ട്. പറഞ്ഞ് മടുത്തു, എന്നാലും പറയണമല്ലോ ഓർമ്മ വന്നാൽ. ഒരു 21 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 21 22 തന്നെയായി, ആശ്രമത്തുനിന്ന് ഒരു തീർത്ഥയാത്ര പോകുന്നു ഞങ്ങൾ. അഖില ഭാരതീയ തീർത്ഥയാത്രയാണ്. അപ്പോൾ 10-45 ദിവസം 13,000 കിലോമീറ്റർ ഒക്കെ ഓടാൻ ഉപകരിക്കുന്ന ബസ് വേണം. നമ്മൾ 2 പേര് കൂടിയിട്ട് ഒരു ബസ് ഉടമസ്ഥൻ്റെ അടുത്ത് പോയി. പേരൊന്നും വെളിപ്പെടുത്തില്ല, ഈ കോഴിക്കോട് തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരു 2-2:30 മണിക്ക്
ആണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. ഉടമസ്ഥൻ കസേരമേലിരുന്ന് മേശൻ്റെ മുകളിലേക്ക് കാല് വെച്ച് അർദ്ധമയക്കത്തിലാണ്. അയാളുടെ ഓഫീസിൽ, അയാളുടെ മുറിയിൽ അയാൾക്ക് ഉറങ്ങാനുള്ള അധികാരമുണ്ട്, അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ഒരു കസ്റ്റമർ വരാത്ത സമയത്തായിരിക്കണം അത്. അയാൾ ബോർഡ് വെക്കണം, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഒഴിവാണ്, സുഖമായിട്ട് അയാൾക്ക് ഇരുന്നുറങ്ങാം, കിടന്നുറങ്ങാം, നടന്നുറങ്ങാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു സ്ഥാപനം തുറന്നു വെച്ച് കസ്റ്റമറെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയും കച്ചവടക്കാരൻ ഉറങ്ങുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും തെറ്റാണ്. ഇരിക്കട്ടെ, ഞങ്ങൾ എന്തായാലും രണ്ടുപേര് പോയി. നമ്മളെ വേഷം ഇത് തന്നെ, കൂടെയുള്ള ആളും ഒരു മുണ്ടും ഷർട്ടൊക്കെയാണ്. ഇയാൾക്ക് എന്തോ ഞങ്ങളെ കണ്ണു പിടിച്ചില്ല, എന്താണെന്നറിയില്ല. വിഷയം അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പൈസ അതിൻ്റെ തരാനാവില്ല. നമ്മൾ പറഞ്ഞു, ഒരു 1.5 മാസത്തേക്കുള്ള ട്രിപ്പാണ്, 10-13,000 കിലോമീറ്റർ ഓടുന്നതാണ്. അപ്പോൾ അതിനൊരു എസ്റ്റിമേറ്റും ബജറ്റൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ ഞങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ പൈസ തരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണ്ട, നിങ്ങൾക്ക് ബസ് തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ പൈസ, അതൊക്കെ വലിയ പൈസ വരും, അതിനൊക്കെ വലിയ പൈസ വരും. വീണ്ടും നമ്മൾ പറഞ്ഞു, അത് നിങ്ങളത് നോക്കണ്ട, അതിന് വേണമെങ്കിൽ പകുതിയോ മുക്കാലോ അഡ്വാൻസ് തന്നു പോവാം. നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. ശരി, ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് പറയുന്ന കേട്ട് ചിദാനന്ദപുരി സ്വാമിക്ക് അസോസിയേറ്റഡ് ട്രാവൽസിന് എന്തോ പരസ്യമുണ്ടെന്ന് ആരും വിചാരിക്കരുത്. ഞങ്ങൾ നേരിട്ട് അസോസിയേറ്റഡ് ട്രാവൽസിലേക്ക് പോയി. പരീക്കുട്ടി ഹാജി ഉണ്ട് അവിടെ. സത്യം പറയാന്ന് വെച്ചാൽ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുകയാണ് അദ്ദേഹത്തെ. ചെന്നപാട്, സ്വാമിജി വരൂ, ഇരിക്കൂ. ആ സ്വീകരണം തന്നെ എന്തൊരു സന്തോഷം. ഇരിക്കൂ. ഇരുന്നു. എന്താ വേണ്ടത്? ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ സ്വാമിജി, ഹിമാലയത്തിലൊക്കെ പോവുമ്പോൾ ഒന്ന് ഓടിപ്പഴകിയ ബസ് വേണം. അതേസമയത്ത് പഴകാനും പാടില്ല. 1-2 സർവീസ് കഴിഞ്ഞതായിരിക്കണം. ഞങ്ങളുടെ അടുത്തുള്ളത് പുതിയ ബസ്സാണ്, പിന്നെ പഴയ ബസ്സാണ്. സാരമില്ല, സ്വാമി ഇവിടെ ഇരിക്കുമോ. അപ്പം തന്നെ നമ്മളെ മുമ്പിൽ നിന്ന് ഒരു നോട്ട് ബുക്ക് എടുത്ത് നമ്പർ നോക്കി വിളിച്ചു. എടാ സുധീറേ, നമ്മളെ വളരെ വേണ്ടപ്പെട്ട ആളാണ് സ്വാമി കേട്ടോ, സ്വാമി നാളെ അങ്ങോട്ട് വരും. ശരി, 50 പൈസയെങ്കിലും കുറച്ച് കൊടുക്കണം നീ. ഫോൺ വെച്ചു. സ്വാമിജി ഇരിങ്ങാലക്കൂടെ പോയിക്കോളൂ, അവിടെ അയ്യപ്പ ട്രാവൽസ് ഉണ്ട്, സുധീറാണ്, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വാമി പോയി കണ്ടാൽ മതി. നമ്മൾ പറഞ്ഞ പോലെ പോയി. അദ്ദേഹം ബസ് തന്നു. ഞങ്ങൾ സുഖമായി യാത്ര പൂർത്തിയാക്കി വന്നു. ഇത് കഥയല്ല, അനുഭവമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ 96-ൻ്റെ സ്ഥിതിയിൽ തന്നെ എത്രയോ ലക്ഷം രൂപ അതിന് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഇതൊക്കെ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. ഇവിടെ ഈ റോഡിലോ, ഈ കല്ലായി റോഡിലോ ഒരു സ്ഥലത്ത് നമ്മളൊരു ഡ്രില്ലിങ് മെഷീൻ വാങ്ങാൻ വേണ്ടി പോയി. ഒരു കടയിൽ സന്ധ്യയാണ്. അവിടെയും ഉടമസ്ഥൻ മേശാൻ്റെ മുകളിൽ കാലും വെച്ച് ഉറങ്ങുക. സന്ധ്യയ്ക്ക് ചെന്നു. ഇങ്ങനെ സാധനം വേണം, അതിൻ്റെ ബിറ്റ് ഇവിടെ ഇല്ല. ശരി, വേറൊരു കടയിൽ പോയി. സ്വാമി ഇരിക്കും, ഇച്ചിരി വെള്ളം കുടിക്കുക. ഇതിൻ്റെ ബിറ്റ് ഞങ്ങൾ ഗോഡൗണിലാണ്. ഗോഡൗണിലല്ലേ ബിറ്റ് ഉണ്ടാക്കുക. അവിടെ തന്നെ ഒരാളെ പേര് വിളിച്ചു കൊണ്ടുപോവാ. 5 മിനിറ്റ് കൊണ്ട് സാധനം കിട്ടി. വീണ്ടും വീണ്ടും അവിടെയല്ലേ പോകാൻ തോന്നുക. ഇപ്പം കച്ചവടത്തിന് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും പറയേണ്ട, കച്ചവടക്കാരനായിരിക്കണം. വിജയകരമായി കച്ചവടം മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം വ്യക്തി കച്ചവടക്കാരനാവണം, വൈശ്യനാവണം, വൈശ്യഗുണമുള്ളവനായിരിക്കണം. എങ്കിൽ നമുക്ക് വീണ്ടും 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 അവിടെ പോകാനുള്ളൊരു മനോഭാവം ഉണ്ടാവും. ഈ കസ്റ്റമറിനെ, തൻ്റെ അടുത്ത് വരുന്ന ആളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനും വേണ്ടത് നൽകാനും നിശ്ചിത സമയം നിശ്ചയിച്ചാൽ ആ സമയത്ത് അവിടെ ഉണ്ടാവാനും. ചിദാനന്ദപുരി സ്വാമിയുടെ പ്രഭാഷണമുണ്ട്, ഒന്ന് പൊയ്ക്കളയാം, കടയും പൂട്ടി പോരുക. അത് പറ്റുമോ? അത് പറ്റില്ല. അവിടെ കട നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം തൊട്ട് ആ സമയം വരെ തുറന്നു വെച്ചിരിക്കണം. മാതൃകയായിട്ട് കച്ചവടം ചെയ്യണം. അതൊരു തൊഴിലാണ്, അതിനോട് കൂറ് പുലർത്തണം. എൻ്റെ കച്ചവടമാണ്, ഞാനാണ് മുതലാളി എന്ന് കരുതരുത്, ഞാനിവിടെ ഒരു തൊഴിൽ ചെയ്യുന്നവനാണ്. ഈ മനോഭാവത്തോടു കൂടി വളർത്തണം. ഏതായാലും വളരെ സന്തോഷം. കേരളത്തിലേക്ക് വരുന്ന മിക്കവാറും ധാന്യങ്ങളും പലവ്യഞ്ജന വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈന്ദവരാണ്, കൃഷിക്കാരാണ്. അവിടെയൊക്കെ ഹിന്ദു എന്ന് പറയേണ്ട ആവശ്യമില്ല, ക്രിസ്ത്യൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, മുസ്ലിം എന്ന് പറയേണ്ട ആവശ്യമില്ല, കൃഷിക്കാരാണ്.
അതുകൊണ്ടാണ് എല്ലാവരും നല്ല കച്ചവടക്കാരായിരിക്കണം എന്ന് പറഞ്ഞത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അവനവൻ്റെ ആചാര വിഷയങ്ങൾ, അവനവൻ്റെ വിശ്വാസ വിഷയങ്ങൾ. ഇവിടെ എന്തുകൊണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലെയും ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ സൊസൈറ്റികളും മറ്റും രൂപീകരിച്ച് ഉൽപ്പാദന വിപണന രംഗത്ത് കടന്നു വരാത്തത്? താല്പര്യമുള്ളവർ സൊസൈറ്റി ഉണ്ടാക്കിക്കോളൂ, കടന്നു വന്നോളൂ, നല്ലതാണ്, വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും നല്ലതാണ്. സംഘങ്ങൾ രൂപീകരിച്ചാൽ ജോലി അവസരങ്ങൾ കൂടുന്നതോടൊപ്പം സാമ്പത്തിക ശക്തിയാവാനും ഹിന്ദു സമൂഹത്തിന് സാധിക്കില്ലേ? സാധിക്കണം. സ്വാമിജിയുടെ വിലയേറിയ വാക്കുകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊക്കെ ധാരാളം പ്രോത്സാഹനം സർക്കാരുകൾ നൽകുന്നുണ്ട്. വ്യത്യസ്ത പദ്ധതികൾ സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രായോഗികമായി ബുദ്ധിപൂർവമായിട്ട് പ്രവർത്തിക്കുക. പക്ഷേ അതിൽ താല്പര്യമുള്ളവർ, അതിൽ ആഭിമുഖ്യമുള്ളവരായിരിക്കണം പ്രവർത്തിക്കുന്നതെന്ന് മാത്രം പറയാം. ഇതുവരെ ഈ പ്രഭാഷണം കേൾക്കാത്തവരും സാധാരണ ഇത് കേൾക്കാൻ വരാത്തതുമായ ഒരാളെ നാളെ ഇത് കേൾക്കാൻ കൊണ്ടുവരും എന്ന് ഞാനടക്കമുള്ളവർ ഇന്നൊരു പ്രതിജ്ഞ ചെയ്ത് മുതലക്കുളം മൈതാനം വിട്ടുപോയാൽ നാളെ ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ ഇത് കേൾക്കാനുണ്ടാവില്ലേ? അതിപ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കാനെ മനസ്സിലാവുമല്ലോ. ഒരാളെ കൊണ്ടുവന്നാൽ 2 ആളാവും. ഉറപ്പല്ലേ? ആശ്രമത്തിന് ചെയ്യാൻ കഴിയുന്നത്, ആശ്രമം കുറേ പേരെ അറിയിച്ചു, കുറേ പേര് ക്ഷണിക്കാൻ തയ്യാറായി വന്നു. അവർ വീടുകളിൽ പോയി ക്ഷണിച്ചു. കുറേ അവിടെ എവിടെയൊക്കെ ബോർഡ് വയ്ക്കുകയും ഒട്ടിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ അറിയിച്ചു. ഓരോരുത്തരും ഇതെൻ്റെ കർത്തവ്യമാണ്, എൻ്റെ കർത്തവ്യമാണെന്ന് വിചാരിച്ച് ഒരു 10 പേരെയെങ്കിലും വിളിക്കണം. അപ്പോൾ ഇത് കാര്യം ചെയ്യുക, ഇന്നിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 10 പേരെ വിളിക്കുക. നാളെ പ്രഭാഷണത്തിന് കൃത്യസമയത്തിന് വരണം കേട്ടോ, 6-ന് വരണം, 8-നേ പോകാൻ പാടുള്ളൂ എന്ന് വിളിച്ചു നോക്കും. വരില്ല സ്വാമി, വരുമോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മളെ പണി ചെയ്യുക. ഇരിക്കണം ഒരാളും ഓരോരുത്തരും 10 പേരെ വിളിച്ചു കഴിഞ്ഞാൽ 10 പേരെ വിളിക്കാൻ ബന്ധമില്ലേ? നമുക്ക് ഉണ്ട്. ഇല്ലാത്തവരാരും ഈ കൂട്ടത്തിലില്ല. ഏത് കൊച്ചു കുട്ടിക്കും ചെയ്യാം. ചെയ്തു നോക്കൂ. നാളെയും മറ്റന്നാളും കൂടിയേ സമയമുള്ളൂ കേട്ടോ. മറ്റന്നാൾ സമയമില്ല, മറ്റന്നാൾ കഴിയും. ഇന്നും നാളെയും കൂടിയേ സമയമുള്ളൂ. ഇന്നൊരു 10 പേരെ വിളിക്കുക, നാളെ ഒരു 10 പേരെ വിളിക്കുക എന്ന് വിളിച്ചു നോക്കൂ. മോളെ കല്യാണത്തിന് വിളിക്കണ പോലെ. അത്യാവശ്യമായി വീട്ടിലൊരു കാര്യത്തിന് വിളിക്കണ പോലെ. കാരണം നമ്മുടെ കാര്യമാണ്. നമ്മൾ കൂടിയിരുന്ന് നമ്മുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ പേരെ അറിയിക്കണ്ടേ? വിളിക്കൂ, നല്ലതാണ്. പൊതുവെ ഹിന്ദുവിന് സംഭവിക്കാത്തൊരബദ്ധമാണത്. ലോകസമാധാനം ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. സമാധാനം ജീവിതത്തിൻ്റെ ലക്ഷ്യമൊന്നുമല്ല, മാർഗമാണ്. ലോകസമാധാനം ജീവിതത്തിൻ്റെ ലക്ഷ്യമാണെന്നുള്ളതിനോട് യോജിപ്പില്ല. ജീവിതത്തിൽ മാർഗതലത്തിലുള്ളതാണത്. അതേസമയത്ത് അതിനെ ലക്ഷ്യമായി കാണാം. ആത്യന്തിക ലക്ഷ്യമല്ല, വ്യാവഹാരിക ലക്ഷ്യമായി കാണാം. ഇക്കാര്യത്തിൽ മതത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ, യുക്തി പ്രസ്ഥാനത്തിൻ്റെ, സാമൂഹ്യ ചിന്തയുടെ സംഭാവന എന്ത്? മതത്തിനും ശാസ്ത്രത്തിനും യുക്തി പ്രസ്ഥാനങ്ങൾക്കൊക്കെയും സമാധാനത്തിന് സംഭാവന ചെയ്യാൻ കഴിയും, കഴിഞ്ഞിട്ടുണ്ട്. നശിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ശക്തിയെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ഒരേ കത്തി കൊണ്ട് ഒരാളുടെ ദേഹത്തിലെ ഒരു രോഗഭാഗം നീക്കം ചെയ്യാം. അതേ കത്തി കൊണ്ട് അയാളുടെ കഴുത്ത് മുറിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ശക്തിയെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അതെ, മതത്തിൻ്റെ പേരിൽ ഏറ്റവും അധികം അക്രമങ്ങളും കൊലപാതക പരമ്പരകളും ലോകത്തിൽ നടക്കുന്നുണ്ട്.
മതങ്ങൾ തന്നെ എത്രയോ വ്യക്തികൾക്കും സമാജാംഗങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകുന്നുമുണ്ട്. രണ്ടുമുണ്ട്, രണ്ടും ലോകത്തിലുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യനൊഴികെയുള്ള പ്രപഞ്ചശക്തികൾ ലോകസമാധാനത്തിന് എന്ത് സംഭാവനകൾ നൽകി പോരുന്നു? ഈ മനുഷ്യൻ സംഭാവന ചെയ്യണമെന്ന് പറയണമെങ്കിൽ ആദ്യം അവന് കാറ്റ് വേണ്ടേ? കാറ്റ് വേണം. ഈ കാറ്റ് തരുന്നതാരാ? നിസാരം എന്ന് നമുക്ക് തോന്നുന്ന പുല്ലുകൾ, കണ്ണുകൊണ്ട് പോലും നോക്കിയാൽ കാണാത്ത ആൽഗകളാണ് ഏറ്റവും അധികം ഈ ഭൂമിയിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സമുദ്രോപരിതലത്തിൽ 1 മീറ്ററോളം പരന്ന് കിടക്കുകയാണ് ആൽഗെ. അവരാണ് ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സസ്യങ്ങൾ, പച്ച നിറമുള്ള ലഘുസസ്യങ്ങൾ 70% ഓക്സിജൻ അവരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സസ്യങ്ങൾ, കടലിലുള്ള സസ്യങ്ങൾ, കരയിലുള്ള സസ്യങ്ങൾ. ഈ സമാധാനമൊക്കെ പറയാൻ നമുക്കിവിടെ ഇരിക്കാനും പ്രസംഗിക്കാനും ശക്തി കിട്ടുന്നത് അവർ തന്നിട്ടാണ്. പിന്നെ മൃഗങ്ങളൊക്കെ പൊതുവേ സമാധാനപ്രിയരാ, എല്ലാ മൃഗങ്ങളും. പക്ഷേ മനുഷ്യനൊരു സൂക്കേടുണ്ട്. അതായത് പൈശാചികമായി എന്തെങ്കിലും ഒരാൾ ചെയ്താൽ പറയും മൃഗീയമായിട്ട്. നോക്കണം, മൃഗങ്ങൾക്ക് നാണക്കേടാതെ കിട്ടുമോ? മൃഗങ്ങളങ്ങനെ ചെയ്യില്ല. മാനുഷികമായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെയും തിരക്കേടില്ല. മൃഗീയായിട്ടെന്ന് പറയരുത്. കാരണം മൃഗങ്ങളൊന്നും അത്യന്തം ഭയപ്പെട്ടാലോ വിശന്നാലോ മാത്രമേ മറ്റൊരാളെ മൃഗങ്ങൾ കൊല്ലുള്ളൂ. മൃഗങ്ങൾ ബലാത്സംഗം ചെയ്യില്ല. ബലാത്സംഗം ചെയ്യണം ജന്തു മനുഷ്യനാണ്. എന്നിട്ട് മനുഷ്യൻ തെറ്റ് ചെയ്താൽ പറയും മൃഗീയമായി കൊലപ്പെടുത്തി. ദയവ് ഇത് പറയരുത്. മൃഗങ്ങളെ അല്പം അവരുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല. മാനുഷികമായി കൊലപ്പെടുത്തി പറഞ്ഞോളൂ, അതിന് വിരോധമില്ല. അല്ലെങ്കിൽ പൈശാചികമായി കൊലപ്പെടുത്തി പറഞ്ഞോളൂ, അത് ശരിയാ. അല്ലെങ്കിൽ രാക്ഷസീയമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞോളൂ, മൃഗീയമായി എന്ന് പറയരുത്. മൃഗങ്ങൾ ചെയ്യില്ല തെറ്റ്, ഉറപ്പ്. അവരൊക്കെ സമാധാനപ്രിയരാ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സ്വാമി നല്ല വർത്താനാ പറയണത്, ഓരോ ആന ഇടഞ്ഞിട്ടൊക്കെ എത്ര പേരെയാ കൊല്ലണത്. ആന ഇടയ്ക്കണത് ആനേനെ പിടിച്ച് നാട്ടിൽ കൊണ്ടുവരാനും ഈ കുന്തത്തിൻ്റെ മുകളിൽ വിളക്കും കത്തിച്ച് വെച്ച് ശബ്ദങ്ങളും മുഴക്കി അതിൻ്റെ ഉള്ളിൽ നിർത്താൻ ആരെങ്കിലും പറഞ്ഞോ? ആന അത്രയല്ലേ ചെയ്യണുള്ളൂ എന്ന് വിചാരിക്കുക. ഹിന്ദു ആചാരങ്ങളെയെല്ലാം സംബന്ധിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ അപേക്ഷിക്കുന്നു. ഹിന്ദു ആചാരങ്ങളെയെല്ലാം സംബന്ധിച്ച് പുസ്തകം പ്രസിദ്ധീകരിക്കുക അസാധ്യമാണ്. കാരണം അത്ര വൈവിധ്യപൂർണങ്ങളായ ആചാരക്രമങ്ങളും അനുഷ്ഠാന പദ്ധതികളും തീർത്തും വൈവിധ്യപൂർണങ്ങളായ വിശ്വാസങ്ങളും എല്ലാം ഇടകലർന്ന് നാനാത്വത്തിൽ ഏകത്വം അഥവാ ഏകത്വത്തിൻ്റെ ചരടിൽ കോർക്കപ്പെട്ട നാനാത്വം എന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് ഹിന്ദുത്വം നമുക്ക് നൽകുന്നത്. അല്ലാതെ അതൊരു ഒരു ഒരു ഏകരേഖ ആചരണ പദ്ധതിയല്ല. ഏകരേഖ ആചരണ പദ്ധതിയാണെന്ന് വെച്ചാൽ എളുപ്പമാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ ആചാരങ്ങളെയും ക്രോഡീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടി അല്ല. എങ്കിലും അതിൽ നല്ലതാണ്, പരിശ്രമിക്കേണ്ടവർക്ക് പരിശ്രമിക്കാം. ഇപ്പം തന്നെ പലതും കിട്ടാനുണ്ട് അത്തരം ഗ്രന്ഥങ്ങൾ. പക്ഷെ ഒരു ഗ്രന്ഥത്തിന് പകരം 5 or 10 മേടിക്കേണ്ടി വരും. എന്നാൽ എല്ലൊന്നും കിട്ടില്ല. വനവാസികളുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ വിഭിന്നങ്ങളായ ആചാര രീതികളുണ്ട്. എങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ഏകതയുടെ ഒരു ചരട് കാണാൻ പറ്റും. എത്ര വൈവിധ്യപൂർണമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ഉണ്ട്. എല്ലാവരും ദാർശനികരായിരുന്ന കാലം നമുക്കുണ്ടായിരുന്നുവോ? എല്ലാവരും ദാർശനികരല്ലേ ഇപ്പോൾ ഇവിടെ? ദർശനം,
കാഴ്ചയുള്ളവരൊക്കെ ദാർശനികർ. അപ്പോൾ കണ്ണ് കാണാത്ത ആളോ സ്വാമി? അയാൾക്കുണ്ട് ഏതെങ്കിലും ഒരു ഇന്ദ്രിയം വഴി ലോകത്തെ കണ്ടറിയുന്ന സ്വഭാവം. അപ്പോൾ എല്ലാം ദാർശനികർ തന്നെയാണ്. ആ അർത്ഥത്തിലല്ല ഞങ്ങൾ ചോദിച്ചത്. പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ഫിലോസഫർ എന്ന് പറയില്ലേ, എല്ലാവർക്കും ഒരു ഫിലോസഫി ഉണ്ടെന്നേ. അതില്ലാത്ത ആരാ ഉള്ളത്? എല്ലാവരും ന്യായീകരിക്കണില്ലേ? ന്യായീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? തെറ്റുകൾ ചെയ്തിട്ട് ന്യായീകരിക്കാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? എല്ലാവരുടെ ഉള്ളിലൊരു ഫിലോസഫറുണ്ട്. ഇനി എല്ലാവരും വേദാന്തികൾ, എല്ലാവരും പൂർവ്വമീമാംസകർ, എല്ലാവരും നൈയായികന്മാർ, എല്ലാവരും വൈശേഷികന്മാർ, എല്ലാവരും സാഖ്യന്മാർ, എല്ലാവരും യോഗികൾ, ആ അർത്ഥത്തിലാണ് ചോദിച്ചതെന്നാണെങ്കിൽ അങ്ങനൊരു കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒട്ടുണ്ടാവുകയും ഇല്ല. എല്ലാവരും ഒരു സുപ്രാമെൻ്റൽ സ്റ്റേറ്റിലേക്ക് പോകുന്നൊക്കെ അതൊക്കെ ഒരു സങ്കല്പം, അത്രയേ ഉള്ളൂ. സ്വാമി അരവിന്ദഘോഷ് അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. അരവിന്ദഘോഷ് എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് സ്വീകരിക്കാൻ തോന്നുന്നില്ല. ഒരു സുപ്രാമെൻ്റൽ സ്റ്റേജിലേക്ക് എല്ലാവരും അങ്ങോട്ട്, അതെങ്ങനെയടേ? എല്ലാവരും 10ാം ക്ലാസ്സിലെത്തും? അതില്ല. അങ്ങനെ അപ്പോഴത്തെ 1 ചേർന്ന ആൾക്കാരുണ്ടാവും, 2 ചേർന്ന ആൾക്കാരുണ്ടാവും, 3 വിട്ടുപോണവരുണ്ടാവും, 4 വിട്ടുപോണവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും.